താമസിച്ചു വരുന്ന ഒരു വ്യക്തിയായാലും ആ വ്യക്തി വളരെ ആത്മാർത്ഥതയോടുകൂടി വരുന്ന വ്യക്തിയാണെങ്കിൽ അയാളെ ദൈവത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതിന്റെ തെളിവാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്. മേ ബി എ ലേറ്റ് കമർ ബട്ട് എ ഡെഡിക്കേറ്റഡ് വൺ. നിങ്ങൾ ഞാനും വളരെ താമസിച്ച ദൈവസന്നിധിയിൽ വന്നവരായിരിക്കാം, 11 മണി നേരത്തെ വേലക്കാരായിരിക്കാം. എന്നാൽ പരമാർത്ഥ ഹൃദയത്തോടുകൂടി വന്നവരാണെങ്കിൽ നമ്മുടെ മുൻപന്മാരെക്കാൾ വളരെ നമ്മളെ ഉപയോഗിപ്പാൻ കർത്താവിന് കഴിയും. അത് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശു കഴിഞ്ഞാൽ പിന്നെ സുവിശേഷം സംബന്ധിച്ച്, ക്രിസ്തീയ ജീവിതം സംബന്ധിച്ച് നല്ലൊരു മാതൃക അത് നമ്മുടെ മുമ്പിൽ വയ്ക്കുവാൻ കഴിയുന്ന ഒരു വിശുദ്ധനാണ്. ഇൻ ഓൾ റെസ്പെക്ട്സ്, വിശുദ്ധ ജീവിതത്തില്, അതുപോലെ തന്നെ സുവിശേഷീകരണത്തില്, സകല കാര്യങ്ങളിലും യേശു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മാതൃകയാണ് വിശുദ്ധ പൗലോസ് പുതിയ നിയമത്തിൽ. ഞാൻ സാധാരണ പറയാറുണ്ട്, നല്ലൊരു അന്ത്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പൗലോസിനെ നോക്കിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ചില ആളുകളുടെ ജീവിതത്തിന്റെ ആരംഭ ഭാഗമൊക്കെ നല്ലതായിരിക്കും, അവസാനം കൊണ്ട് കാടിക്കുഴിയിൽ അവസാനിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൗലോസിന്റെ ജീവിതം, അതിന്റെ അന്ത്യം ഏറ്റവും മനോഹരം. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു വസ്തുത നിങ്ങളോട് പറയാം. നല്ലത് ആഗ്രഹിക്കുന്ന ഒരുത്തനെ മാത്രമേ ദൈവം നല്ല അവസാനത്തിലേക്ക് നയിക്കൂ. കഴിഞ്ഞ രാത്രി അതായിരുന്നു എന്റെ ഒരു ചിന്താവിഷയം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് ആർക്കെങ്കിലും ജീവിതത്തിൽ നല്ല ആഗ്രഹമുണ്ടോ? ഞാൻ നല്ല ആഗ്രഹം എന്ന് ഉദ്ദേശിച്ചത് പണം സമ്പാദിക്കാനല്ല, ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ അത് ഇങ്ങനെ മുഴുകി മുന്നോട്ട് പോകാനല്ല. ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ക്വീൻ വിക്ടോറിയ എന്ന് പറയുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ റാണിയായിരുന്ന ദൈവഭക്തയായിരുന്ന ആ സ്ത്രീരത്നം തന്റെ ജീവിതകാലത്ത് ദൈവദാസന്മാരെ വളരെ മാനിച്ചൊരു വ്യക്തിയായി. അന്ന് വളരെ അറിയപ്പെട്ടിരുന്ന ജനറൽ വില്യം ബൂത്ത് എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസനെ, സാൽവേഷൻ ആർമിയുടെ ഫൗണ്ടർ, അദ്ദേഹത്തെ വിളിച്ച് ഒന്ന് അനുമോദിക്കാൻ, അദ്ദേഹത്തിന് ആവശ്യമാണെങ്കിൽ ഒരു സാമ്പത്തിക സഹായവും അദ്ദേഹത്തിന് നൽകാനായിട്ട് ക്വീൻ വിക്ടോറിയ അദ്ദേഹത്തെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി. ഇത് നടന്ന സംഭവമാണ്. വിക്ടോറിയ വില്യം ബൂത്തിനോട് ഇങ്ങനെ ചോദിച്ചു. ആ ചോദ്യം ഇങ്ങനെയാണ്: വില്യം ബൂത്ത്, വാട്ട്സ് യുവർ ഡിസയർ? ദൈവങ്ങളെ ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ രാജ്ഞിയായിരിക്കുന്ന ക്വീൻ വിക്ടോറിയയെ പോലുള്ള ഒരാള് നമ്മളെ വിളിച്ചിട്ട് നിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് കാര്യമാ പറയേണ്ടതെന്ന് വിചാരിച്ച് ചിലപ്പോൾ നമുക്ക് ബോധം കേടുണ്ടാകും. ഇസലോ നമ്മൾ വലുതൊക്കെ പറഞ്ഞു പിടിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ക്വീൻ വിക്ടോറിയയുടെ ചോദ്യത്തിന് മുമ്പിൽ മിഷണറി വീരനായ ആ ദൈവദാസൻ വില്യം ബൂത്ത് കൊടുത്ത മറുപടി സകല വിശ്വാസികൾക്കും ദൈവദാസന്മാർക്കും എന്നും ഒരു മാതൃകയായിരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്: യുവർ മജസ്റ്റി, സം പീപ്പിൾസ് പാഷൻ ഈസ് മണി, സം അതേഴ്സ് ഈസ് ഫെയിം, ബട്ട് മൈ പാഷൻ ഈസ് സോൾസ്. പ്രൈസ് ദി ലോർഡ്. അല്ലയോ മഹാറാണി, അനേകം ആളുകളുടെ അഭിലാഷം പണമാണ്, മറ്റു പലരുടെയും താൽപര്യം കീർത്തിയാണ്. എന്റെ ആഗ്രഹം ആത്മാക്കളെ ലഭിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആ ആഗ്രഹമുള്ള വിശ്വാസികളും വേലക്കാരും ഒക്കെ ഒന്ന് വർദ്ധിച്ചു വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ വേലക്കാരെന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ എനിക്ക് വെളിയിലുള്ളവരെയല്ല. ഒരിക്കൽ ഒരു കർത്താവിന്റെ ദാസന്
വേദപുസ്തകത്തിലെ ഒരു വാക്യം വായിച്ചിട്ട് ഇങ്ങനെ വ്യാഖ്യാനിച്ച് എനിക്കത് വളരെ രസമായിട്ടും തോന്നി, വളരെ സന്തോഷമായിട്ടും തോന്നി. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. അതിനെ ആ ദൈവദാസം വായിച്ച് വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്, കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യവേലക്കാരോ ചുരുക്കം. അതുകൊണ്ടാണ് ഞാൻ എന്നെ കൂടെ ഉൾപ്പെടുത്തി പറഞ്ഞു. ഞാനതിൽ ഏതാണെന്നുള്ളത് ദൈവം നിശ്ചയിക്കട്ടെ. വിശ്വാസികൾ എന്നുള്ള പേരെടുത്തതുകൊണ്ടും കാര്യമായില്ല. അപ്പോസ്തലനായ പൗലോസ് അത് തനിക്കെതിരായിട്ട് ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയ ആളുകളെ കുറിച്ച് പറയുമ്പോൾ കള്ളന്മാരായുള്ള ആപത്ത്, ദൈവമേ അതെനിക്ക് മനസ്സിലാക്കാം. മറ്റേത് ഭയങ്കരമാണ്, കള്ള സഹോദരന്മാരല്ല. അവിടെ സഹോദരന്മാരാണെന്ന് ഉദ്ദേശിക്കുന്ന പൗലോസിന്റെ ബ്രദേഴ്സും കസിൻസും ഒന്നും അല്ല, സഹവിശ്വാസികളെ കുറിച്ചാണ്. നോക്കണം, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആളുകൾ ചിലരെ താൻ പരിശോധിച്ചിട്ട് അവർ ഫോൾസ് ക്രിസ്ത്യൻസ് ആണ്, കള്ളക്രിസ്ത്യാനികളാണെന്ന് പറയേണ്ടി വന്നു. കപടവേലക്കാരെന്ന് ഉള്ള പ്രയോഗം താൻ ഉപയോഗിച്ചിട്ടുണ്ട്. കപടവേലക്കാര്, അയ്യോ അതിനേക്കാൾ ഭയങ്കരമാണ് കള്ള അപ്പോസ്തലന്മാർ. ഏതു നാണയത്തിന്റെയും അത് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാം, കറൻസി ഉള്ളതുപോലെ തന്നെ കൗണ്ടർഫീറ്റ് കോയിൻസും ഉണ്ട്. അതുകൊണ്ട് ഞാനിത് സംസാരിക്കുമ്പോൾ എന്റെ ദൈവമേ, എന്നെ ഒരു സത്യക്രിസ്ത്യാനി ആക്കണമേ, എന്നെ ഒരു സത്യവേലക്കാരനാക്കണമേ. അപ്പോസ്തലന്മാരാരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നറിയത്തില്ല, ഉണ്ടെങ്കിൽ എന്നെ ഒരു സത്യ അപ്പോസ്തലനാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വെറും ലേവൽ മാത്രം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ നാളുകളിൽ നമ്മൾ ആഗ്രഹിക്കാം. ഞാൻ ഈ ശിക്കാഗോയെക്കുറിച്ച് അതേ ചരിത്രത്തിൽ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികൾ ഇവിടെ വന്ന് അദ്വൈത സിദ്ധാന്തം വിതച്ച സ്ഥലമാണ് ശിക്കാഗോ നഗരം. അത് അന്ന് മുതൽ ഇന്നുവരെയും കേട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ അനേകം അതേ സഭാ നേതാക്കളായ മല്ലന്മാരും അദ്വൈത കുരുക്കിനകത്ത് കുരുങ്ങിക്കിടക്കുക. എന്നാൽ വേറൊരു കാര്യം ഞാൻ ചരിത്രത്തിൽ നിന്ന് വായിച്ച് എനിക്ക് ഉള്ളത്തിന് സന്തോഷമുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ മിഷണറി പ്രവർത്തകന്മാരിൽ അഗ്രേസരനായിരുന്ന D.L. മൂഡി കർത്താവിന് വേണ്ടി വളരെ പ്രവർത്തിച്ച ഒരു സ്ഥലം. അതൊക്കെ ഓർക്കുമ്പോൾ നാം ദൈവത്തെ വളരെ സ്തുതിക്കേണ്ടിയിരിക്കുന്നു. അവരെ പിന്നിട്ട് പോയ പ്രവൃത്തികൾ ചെയ്യുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വെറുതെ വല്ലപ്പോഴും വന്നൊരു പാട്ടും പാടി ഇങ്ങനെ ഒരു പ്രസംഗവും കേട്ടേച്ച് പോകാനല്ല. പ്രൈസ് ദി ലോർഡ്. We have to take up the work that is left for us by those who have gone before. നമുക്ക് മുൻപേ കടന്നുപോയ ആ വിശുദ്ധന്മാർ നമുക്ക് വേണ്ടി അവശേഷിപ്പിച്ചിരിക്കുന്ന പ്രവൃത്തിയുടെ ബാക്കി ഏറ്റെടുത്ത് ചെയ്യുവാൻ എനിക്ക് നിങ്ങൾക്ക് ഒരു കർത്തവ്യമുണ്ട്. നമുക്കെല്ലാവർക്കും കർത്താവിനെ ഒരു നിമിഷം കൂടെ സ്തുതിക്കാം. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പല തരത്തിലുള്ള സഭാ ശുശ്രൂഷകളെക്കുറിച്ച് അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ബൈബിൾ സ്റ്റഡി ആയിരുന്നെങ്കിൽ എനിക്ക് അതൊക്കെ കൂടുതൽ സമയമെടുത്ത് പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോസ്തലത്വം, പ്രവാചകത്വം, അത് അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഈ മിനിസ്ട്രീസ് എല്ലാം ഓൾ ഫേസസ് ഓഫ് ക്രിസ്ത്യൻ മിനിസ്ട്രി, ഈ ആത്മീയ ശുശ്രൂഷയുടെ എല്ലാ മുഖങ്ങളും എന്ന് ഞാൻ പറയട്ടെ, ഒരുപോലെ തന്റെ വ്യക്തിത്വത്തിൽ വിളങ്ങി നിന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധനായ പൗലോസ്. ഒരു നല്ല സുവിശേഷകനെ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ലുക്ക് അറ്റ് പോൾ. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല അപ്പോസ്തലനെ കാണണമോ? പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ഉപദേഷ്ടാവിനെ കാണണമോ? അദ്ദേഹമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊരു ക്രിസ്ത്യൻ ഫാദറിനെ കാണണോ? ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, ഇത് നിങ്ങൾക്ക് രസമുള്ള ഒരു പോയിന്റ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ പ്ലീസ് ഞാന് ഈ യുഎസ്എയിലും വന്ന് ചില യോഗങ്ങളിലൊക്കെ പ്രസംഗിച്ചു. അതിന് വഴിയായിട്ട് ഞാൻ കേരളത്തിലെ ഒരു ഉപദേഷ്ടാവായിട്ടാണ് അറിയപ്പെടുന്നത്. ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ പോകുന്ന ചില സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ ആരായിരുന്നു എന്നെ കർത്താവിന്റെ ദാസൻ പരിചയപ്പെടുത്തിയല്ലോ, അത് ശരിയാണ്. ഞാൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു പട്ടക്കാരനായിരുന്നു. ദൈവം എനിക്ക് തന്ന
ആ ബോധ്യത്തിനനുസരിച്ച് ഞാൻ മുന്നോട്ടിറങ്ങിയ ഒരാളാണ്. അല്ലാതെ യാതൊരു കാപട്യത്തിലും ഇറങ്ങിയതല്ല. പ്രൈസലോ അല്ല, എന്തെങ്കിലും പ്രലോഭനത്താൽ ആരെങ്കിലും എന്നെ മുന്നോട്ടിറക്കിയതാണെങ്കിൽ അതിനകത്ത് പങ്കുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ ഞാൻ ആവശ്യപ്പെടുക. പ്രൈസലോ ഞാൻ അനേക സ്ഥലങ്ങളിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ കാപട്യത്തിൽ ഇറങ്ങിയതാണെന്ന് ഒരു തെളിവ് ഹാജരാക്കാൻ ധൈര്യമുള്ള ഒരൊറ്റ വ്യക്തിയെ പോലും 24 വർഷത്തിനകം ഞാൻ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നീ കാണുമെന്ന് വിശ്വസിക്കുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ ഞങ്ങള് സുവിശേഷം സാധിക്കാൻ ചെല്ലുമ്പോൾ ദേവദാസൻ പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ പേരുകൾ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരിക്കുമെന്ന്. എനിക്കഭിപ്രായം. പ്രൈസ് ദി ലോർഡ്. വിഷാദിന് ഏറ്റവും വലുപ്പമുള്ള പേരുകളിലൊന്നാണ് എന്റെ പേര്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവമക്കൾക്ക് വളരെ പ്രിയങ്കരമായ പേരുകളിലൊന്നാണ് എന്റെയും പേര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വിഷയമല്ല. ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ ചോദിക്കും, നേരെയൊന്നും ചോദിക്കുകയില്ല, ഈ സെക്കൻഡ് ഹാൻഡായിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കും, അച്ചമ്പട്ടമൊക്കെ കളഞ്ഞല്ലേ ഇവരെ, പിന്നെ എന്തിനാ നോട്ടീസിനകത്ത് അച്ഛനെന്നൊക്കെ വെച്ചേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോടൊരു കാര്യം പറയാം. ഞങ്ങളുടെയൊക്കെ പേര് നോട്ടീസ് വെക്കുമ്പോൾ അച്ഛനെന്ന് വെക്കണമെന്ന് ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ട് എന്റെ അനുവാദം കൂടാതെ വെക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാറുണ്ട്, എന്റെ പേര് എഴുതിയിട്ട് എന്നെ പരിചയപ്പെടാനായിട്ട് ബ്രാക്കറ്റിൽ കാനം എന്നെഴുതിയാൽ മതി, സ്ഥലം അറിഞ്ഞാൽ മതി. അല്ല, ഇനി മറുവശം കൂടെ പറയാം. അച്ഛനെന്നുള്ള പേരൊന്ന് വെച്ചുപോയത് കൊണ്ടും കുഴപ്പമൊന്നും. 3 കുഞ്ഞുങ്ങളുടെ പിതാവാണ്. ഹല്ലേലൂയ. അതുപോട്ടെ, അതിനപ്പുറം കടന്ന് ആത്മീയാർത്ഥത്തിൽ ഫാദറിന് അല്ലെങ്കിൽ പിതാവെന്നൊന്ന് വെക്കാമോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്കൊരു മറുപടി പറയാം. ഒരു ക്രിസ്തീയ പ്രവർത്തകന്റെ പേരിനോട് ചേർത്ത് ഫാദർ അല്ലെങ്കിൽ പിതാവ് എന്ന് ഉപയോഗിക്കുന്നതിന്റെ യുക്തി എന്താ? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല. ഞാനത്രേ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു ക്രിസ്തീയ പ്രവർത്തകൻ ഫാദർ അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ള പേര് ഒരു ഡെസിഗ്നേഷനായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ന്യായം എന്താണെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. ആ വ്യക്തി സുവിശേഷം പറഞ്ഞ് കുറഞ്ഞപക്ഷം ഒറ്റയാളിനെയെങ്കിലും വീണ്ടും ജന്മത്തിലേക്ക് കൊണ്ടുവരണം. ഒരാളെങ്കിലും മതി ഒരപ്പനായ. ഒരു മകനെ പോലും ജനിപ്പിക്കാത്ത ഒരാളിനെ ആരും അപ്പനെന്ന് വിളിക്കരുത്. 24 വർഷം ഞാൻ ഈ വേർപെട്ട സത്യത്തിന് വേണ്ടി നിന്നിട്ടുണ്ട്. എത്ര പേരെ കർത്താവിലേക്ക് നയിച്ചെന്ന് എനിക്കറിയത്തില്ല. ഒരാളെങ്കിലും കാണും. തീരെ കുറഞ്ഞ പക്ഷം പൂജ്യങ്ങൾ മുഴുവൻ പോയാൽ ഒറ്റ വ്യക്തിയെങ്കിലും ഇദ്ദേഹത്തിന്റെ വചനത്താൽ ഈ ആളിന്റെ ശുശ്രൂഷയാൽ ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ചിട്ടുണ്ടെന്ന് ആകാശത്തിന്റെ കീഴിൽ ഒറ്റയാളെങ്കിലും സാക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ പേരിനോട് ചേർത്ത് ഇനി അഥവാ ഒന്ന് അടിച്ചു പോയാലും അതിനകത്ത് വലിയ തെറ്റൊന്നും. മറുവശത്ത് ഒരൊറ്റ വ്യക്തിയെപ്പോലും കർത്താവിലേക്ക് കൊണ്ടുവരാത്ത അനേകം ആളുകൾ, അയ്യോ, അവരുടെ പേരിനോട് ചേർത്ത് ബഹുമാനവാചിയായ ഇതുപോലുള്ള പദപ്രയോഗങ്ങളെല്ലാം ഇങ്ങനെ വാരിക്കോരി എഴുതിയിട്ട് അതിന്റെ ഒടുവിലായിട്ട് ഫാദർ, പിതാവ് എന്നെഴുതുമ്പോൾ ഇതുപോലെ ഒരു വൈരുദ്ധ്യം ഞാൻ വേറെ കണ്ടിട്ടില്ല. അത് വായിച്ച് സ്വർഗം കണ്ണുനീര് പൊഴിക്കും. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ. ഈ ഞങ്ങളൊക്കെ എപ്പിസ്കോപ്പൽ സഭയില് ഇങ്ങനെ കാറ്റക്കിസം ചോദ്യോത്തരങ്ങളൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പട്ടക്കാരാരാണെന്നൊരു ചോദ്യം കേട്ടിട്ടില്ലാത്തൊരു കേട്ടോ. ആരാണ് പട്ടക്കാര്? അതിന്റെ മറുപടി
മതോപദേശ സാരങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ കാറ്റഗറ്റിക്കൽ ഫോമിൽ വെച്ചിരിക്കുകയാണ്. ഹു ഈസ് എ പ്രീസ്റ്റ്, ഒരു പട്ടക്കാരൻ ആരാണ്? അതിന്റെ മറുപടി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. ഭൂവാസികളെ സ്വർഗവാസികളും നരകവാസികളെ ഒന്നും പറയാം. ഭൂവാസികളെ സ്വർഗവാസികളും മൃഗസ്വഭാവികളെ ദൈവിക സ്വഭാവികളും ആക്കി തീർക്കുന്ന വഴികാട്ടികൾ അത്രേ പട്ടക്കാർ. എത്ര മനോഹരം! ഭൂവാസികളെ സ്വർഗവാസികളും മൃഗസ്വഭാവികളെ ദൈവിക സ്വഭാവികളും ആക്കി തീർക്കുന്ന വഴികാട്ടികൾ. അതാ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ എത്ര ഭൂവാസികളെ സ്വർഗവാസികളാക്കിയിട്ടുണ്ട്, എത്ര മൃഗീയ സ്വഭാവികളെ ദൈവിക സ്വഭാവികളാക്കിയിട്ടുണ്ട് എന്നുള്ള ചോദ്യം ഞാനല്ല, സ്വർഗീയ കോടതി ഒടുവിൽ ചോദിക്കുന്ന ഒരു ദിവസം വരും. അന്ന് ഓരോരുത്തരും അണിഞ്ഞുകൊണ്ട് നടന്ന അഭിമാനഭൂഷണങ്ങൾക്ക് അന്ത്യന്യായവിധിയുടെ സമയത്ത് മറുപടി കൊടുക്കേണ്ടി വരുമെന്ന് ഈ സന്ധ്യാവേളയിൽ ഞാൻ നിങ്ങളെ അറിയിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും കർത്താവിനെ വീണ്ടും സ്തുതിക്കാം. എന്റെ ജീവിതത്തിന്റെ സാക്ഷ്യവചനങ്ങൾ കർത്താവ് നടത്തുന്നത് പോലെ ഇന്നും നാളെയും ഒക്കെയായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണം. പ്രിയമുള്ളവരെ, അപ്പോസ്തലനായ പൗലൂസിന്റെ ജീവിതത്തിലെ വേറൊരു പ്രത്യേകത, അദ്ദേഹം ഒരു പ്രവാചകൻ കൂടെ ആയിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഉടനെ പല ആളുകളും ധരിക്കുന്നത് വല്ലതുമൊക്കെ വിളിച്ചു പറയുന്ന ആളെന്നാണ്. ഇന്ന് പ്രവാചക ശുശ്രൂഷ വന്ന് ഭൗതിക കാര്യങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന ഒരു പ്രസ്ഥാനമായിട്ട് പലയിടത്തും തീർന്നിരിക്കുക. ഞാൻ അതിനെക്കുറിച്ചും കൂടുതൽ സമയമെടുത്ത് പറയുന്നില്ല. എന്നാൽ ആത്മാക്കളെ അത് ദൈവിക ആലോചനകൾ നൽകി വേഗം വരുന്ന രാജാവിന് വേണ്ടി ഒരുക്കുവാൻ, ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുവാൻ അവരെ പ്രാപ്തരാക്കേണ്ടതിന് അവരെ തികഞ്ഞവരാക്കി നിർത്തുവാൻ അതിന് സഹായിക്കുന്ന ഒരു മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് പ്രോഫസി, പ്രവാചക ശുശ്രൂഷ. അത് അപ്പോസ്തലനായ പൗലോസിന് ഉണ്ടായിരുന്നു എന്നുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന് വ്യക്തിപരമായ രീതിയിൽ ദർശനങ്ങളും വെളിപ്പാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ ദൈവജനത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ലോകത്തെക്കുറിച്ച്, വരുവാൻ പോകുന്ന ഭാവിയെക്കുറിച്ച് ഒക്കെയും ആധികാരികമായി പറയുവാൻ തക്കവണ്ണം ദൈവാത്മാവ് അദ്ദേഹത്തെ വ്യക്തമായി നടത്തിയിരുന്നു. ഞാന് പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിസ്മയനീയമായ അനേക കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഉരുക്കുകോട്ടയായിരുന്ന USSR ഒരു 75 വർഷത്തോളം ഉറപ്പോടെ നിന്ന് ആ കോട്ട നമ്മളെ കണ്ണിന്റെ മുമ്പിൽ കാറ്റിൽ പറക്കുമെന്ന് നമ്മളിൽ ആരെങ്കിലും സ്വപ്നം കണ്ടോ? പക്ഷെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, എന്നെ നിങ്ങളൊന്ന് പ്രവാചകൻ എന്നൊന്നും വിളിക്കരുത്. ഈ നാളുകളിൽ ഈ റഷ്യക്കുണ്ടായ ഈ അനുഭവം അമേരിക്കയ്ക്കും സകല രാജ്യങ്ങൾക്കും ഒരു ഐ ഓപ്പണറാണ്, ഒരു മുന്നറിയിപ്പാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം സൗരമാർ ചെല്ലോട് പറഞ്ഞു, യഹൂദന്മാരെ പീഡിപ്പിക്കുകയും ക്രൈസ്തവരെ തുറുങ്കിലടക്കുകയും ദൈവത്തിനെതിരായിട്ട് പരസ്യമായി വെല്ലുവിളിക്കുകയും ചെയ്ത ഒരു രാജ്യമെന്നുള്ള നിലയിൽ റഷ്യയെ അമേരിക്ക ദൈവത്തിന് ശിക്ഷിക്കാതിരിക്കാൻ യാതൊരു തരവും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഞാൻ മറുവശം പറയട്ടെ, ദൈവമില്ലെന്ന് ഔദ്യോഗികമായി പഠിപ്പിക്കുന്നില്ലായിരിക്കാം, ദൈവത്തിൽ വിശ്വസിക്കുന്നെന്ന് കറൻസിയിൽ എഴുതിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഉപദേശങ്ങളിൽ ഒന്നായിരിക്കുന്ന ഹോളിനെസ്, വിശുദ്ധി കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമായിട്ട് അമേരിക്ക നീങ്ങുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം ന്യായം വിധിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നോടൊപ്പം അത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈകളെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ഈസ് നോട്ട് മോക്ഡ്. ദൈവത്തെ ആർക്കും കുഞ്ഞു കളിപ്പിക്കാൻ സാധ്യമല്ല, ദൈവത്തെ ആർക്കും പരിഹസിക്കാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, അപ്പോസ്തലനായ പൗലോസ്
അന്ത്യകാലത്തെ നോക്കിക്കൊണ്ട് ചെയ്ത 2 പ്രവചനങ്ങൾ ഞാൻ പ്രാരംഭമായിട്ടൊന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് പിന്നെ സമയം അനുവദിക്കുന്നതോളം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. തക്ക സമയത്ത് നിങ്ങളെ പറഞ്ഞു വിടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഏറ്റു. Let us refer to some verses. 1 Timothy chapter 4 verses 1 following. 2-3 വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏതെങ്കിലും വായിക്കാം. 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 1 മുതൽ ചില വാക്യങ്ങൾ പൗലോസിന്റെ ഒരു പ്രവചനമാണ്. അത് സംഭവിച്ചോ ഇല്ലയോ എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കണം. അത് വായിക്കുമ്പോൾ ഇത് നടക്കുന്നുണ്ടോ നടന്നോ എന്നെല്ലാവരും ചിന്തിക്കണം. യെസ്. എല്ലാവരും ശ്രദ്ധിക്കാതെ മതി. എല്ലാം സമയമില്ലല്ലോ വായിക്കാൻ. ഇന്നേക്കൊരു 19 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അപ്പോസ്തലനും പ്രവാചകനുമായിരുന്ന സുവിശേഷ വീരനായിരുന്ന സെയിന്റ് പോൾ താൻ ആത്മാവിൽ തനിക്ക് ബോധ്യപ്പെട്ടതായ ചില സത്യങ്ങൾ താൻ കുറിച്ചു വെച്ചതാണ്. എന്താണ്? എനിക്ക് തോന്നുന്നതല്ല, എന്നാണ് എന്റെ അഭിപ്രായമെന്നല്ല, ആത്മാവ് തെളിവായി പറയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തെളിവായി പറയുന്നുവെന്ന് ഒരു 19 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ പൗലോസ് തീമോത്തിയോസിന് കുറിച്ചയച്ചു. എന്താ വിഷയം? ഭാവി കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലത്ത് ചില വ്യാജാത്മാക്കളെ ആശ്രയിച്ചിട്ട് there's only one true spirit, Holy Spirit. ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഹോളി സ്പിരിറ്റ് ശുശ്രൂഷിക്കേണ്ടതിന് പകരം ചിലടത്ത് ഹ്യൂമൻ സ്പിരിറ്റ് ശുശ്രൂഷിക്കുന്നു. അതാണ് സൈക്കോളജി. ഹോളി സ്പിരിറ്റ് ശുശ്രൂഷിക്കുന്നതിന് പകരം ചിലടത്ത് ഗോഡ് സ്പിരിറ്റ് ആണ് ശുശ്രൂഷിക്കുന്നത്, പിശാച്. ഇതിനെയൊക്കെ തിരിച്ചറിയണം. നമുക്ക് പരിശുദ്ധാത്മാവിനെയാണ് ആവശ്യം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തെളിവായി പറയുന്നു. എന്ത് പറയുന്നു? ഭാവി കാലത്ത് വ്യാജാത്മാക്കൾ കടന്നു വരും. എന്നിട്ട് വ്യാജാത്മാക്കളെയും പിന്നെ ഭൂതങ്ങളുടെ ഉപദേശങ്ങൾ, ഡോക്ട്രിൻസ് ഓഫ് ഈവിൾ സ്പിരിറ്റ്സ്, അത് ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. ഇവിടെ ഈ പിശാചുക്കളെ കുറിച്ചുള്ള ഉപദേശങ്ങൾ എന്നൊരർത്ഥമുണ്ട്, അത് ഞാൻ മറക്കുന്നില്ല. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, അന്ത്യകാലം അടുക്കുമ്പോൾ ദൈവത്തിന്റെ ഉപദേശത്തെക്കാൾ കൂടുതലായിട്ട് പിശാച് നൽകുന്ന ഉപദേശങ്ങളെ മനുഷ്യൻ അത് അംഗീകരിക്കുമെന്നും ഇതിനർത്ഥമുണ്ട്. ഇക്കാര്യത്തിൽ നമ്മുടെ പെന്തിക്കോസുകാർക്കിടയിൽ തന്നെ ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്. എന്തുവാ പറയുന്നറിയാം? അവർ പറയുന്നത് എല്ലാം ശരിയാണെന്ന്, എല്ലായിടത്തും ഉണ്ട് നല്ല ആളുകൾ, ആരെയും കുറ്റം പറയാതൊക്കെ അങ്ങ് പോകുന്നതാണ് നല്ലത്. ഇങ്ങനൊക്കെ പറയുന്ന ആളുകളെ ഞാൻ കാണുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം. പെന്തിക്കോസുകാരായ നിങ്ങളിൽ പലർക്കും അങ്ങനെ പറയാൻ സാധിക്കുമെങ്കിലും ഒരു യാക്കോബായക്കാരനായിരുന്നിട്ട് അവിടുന്ന് കടന്നു വന്ന എനിക്കങ്ങനെ പറയാൻ സാധ്യമല്ല. കാരണം ഞാൻ യാക്കോബായ സഭയിലായിരിക്കുമ്പോൾ എന്നെ യാക്കോബായ സഭ പഠിപ്പിച്ച ഒരു ഗീതം ഞാൻ നിങ്ങളെ ചൊല്ലിക്കേൽപ്പിക്കാം. ആ ഗീതം എന്റെ അകത്തുള്ളിടത്തോളം കാലം എല്ലാം ശരിയാണെന്ന് പറയാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല. ആ ഗീതം ഇങ്ങനെ: പലതരം ഉപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിനുപദേശം അവസാനിപ്പിപ്പോൻ ധന്യൻ. പലതരത്തിലുള്ള ഉപദേശങ്ങൾ ഈ ഭൂമിയിൽ അത് പരക്കുന്നു. അതെല്ലാം ശരിയാണെന്നല്ല യാക്കോബായ പറയുന്നത്. യാക്കോബായ എന്നെ പഠിപ്പിച്ചത് അങ്ങനെ പലതരത്തിലുള്ള ഉപദേശങ്ങൾ പാരിൽ മുളച്ച് പരക്കുന്നുണ്ടെങ്കിലും അതിനകത്തുനിന്ന് ദൈവത്തിന്റെ ഉപദേശം കണ്ടുപിടിക്കണം. എന്തോ തലയ്ക്ക് വെളിവുള്ള പിതാക്കന്മാരാരാണ്ട് എഴുതി വച്ചിരിക്കുന്ന ഒരു ഗീതം. ദൈവത്തിന്റെ ഉപദേശം തൊട്ട് അവസാനിപ്പിക്കുന്നവൻ ഭാഗ്യവാൻ. വ്യാജങ്ങളുടെ നടുവിൽ നിന്ന് സത്യം കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുക മാത്രമല്ല, അതിനെ എംബ്രേസ് ചെയ്യണം, അതിനെ സ്വന്തമാക്കണം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. അത് അവസാനം വരെ മുറുകെ പിടിക്കണം.
അങ്ങനെ ചെയ്യുന്നവൻ ഭാഗ്യവാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അന്ത്യകാലത്ത് വിശ്വാസത്യാഗം, അപ്പോസ്റ്റസി ഉണ്ടാകുമെന്ന് പൗലോസ് കുറിച്ചുവെച്ചു. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ അത് അത്ഭുതകരമായി നിറവേറിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്യാഗം ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ ആരെങ്കിലും എന്നോട് എതിർ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞ് നമുക്ക് ഒരു അല്പസമയം ഒരുമിച്ചൊന്നിരിക്കാൻ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. വ്യക്തികളിൽ വിശ്വാസത്യാഗം ഉണ്ടാകുന്നത്, കുടുംബങ്ങളിൽ വിശ്വാസത്യാഗം ഉണ്ടാകുന്നത്, സഭകളിൽ വിശ്വാസത്യാഗം ഉണ്ടാകുന്നത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം. 16-ാം നൂറ്റാണ്ടിൽ അതേ വിശ്വാസത്തിനു വേണ്ടി, വിശ്വാസത്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച പ്രോട്ടസ്റ്റന്റ് സഭകൾ പോലും ഈ നാളുകളിൽ തങ്ങൾ വിട്ടുകളഞ്ഞതായ വിശ്വാസ വിഷയങ്ങളെ തേടി പുറകോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ പേര് മുന്നേറ്റമെന്നാണോ പിന്മാറ്റമെന്നാണോ അറിയാവുന്നവർ പറയുക. ദാറ്റ് ഈസ് അപ്പോസ്റ്റസി, ഫോളിംഗ് അവേ ഫ്രം സൗണ്ട് ഡോക്ട്രിൻസ്. സത്യവിശ്വാസത്തെ വിട്ട് പിന്നോക്കം പോകുന്ന അനുഭവം ഉണ്ടാകുമെന്ന് ഞാനല്ല, പൗലോസല്ല, പരിശുദ്ധാത്മാവ് തെളിവായി പറഞ്ഞു. അത് അത്ഭുതകരമായി സംഭവിച്ചിരിക്കുന്നു. വേദപുസ്തകം ശരിയാണെന്നുള്ളതിന്റെ പല തെളിവുകളിൽ ഒന്നാണത്. ഇനി വേറൊരു കാര്യം, തന്റെ ഈ പ്രവചനം ആളുകൾ തെറ്റിദ്ധരിക്കാതിരിക്കാനായിട്ട് അദ്ദേഹം ഒരു 2 ന്യായങ്ങൾ നേരത്തെ എഴുതിയിരുന്നു. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് വായിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചാട്ടെ. എന്താണ്? സ്വന്തം മനസാക്ഷിയിൽ ചൂട് വെച്ചവരായി. പരിശുദ്ധാത്മാവിന്റെ ചൂടല്ല, മനസാക്ഷിയുടെ ചൂട്. എന്താ ഇതിന്റെ അർത്ഥമെന്ന് നിങ്ങളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ? ക്രിസ്തീയ ചിന്താഗതിയിൽ വിശ്വാസമെന്ന് പറയുന്നത് വിശ്വാസികൾക്കും സഭയിലെ നടത്തിപ്പുകാർക്കും ഒരുപോലെ മാന്യമായ ഒരു കാര്യമാണെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. എന്നാൽ അന്ത്യകാലത്ത് വരുമ്പോൾ ഏതെങ്കിലും ഒരു ന്യായത്തിന്റെ പേരിൽ വിവാഹം വിലക്കുമെന്ന്, അല്ലെങ്കിൽ നിയമപരമായിട്ട് വിവാഹത്തെ അത് ഒഴിവാക്കുന്ന നിയമങ്ങൾ ആത്മീയ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് 19 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് മുഖാന്തരം പൗലോസ് കുറിച്ചു. ഇപ്പോൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ അത്ഭുതകരമായി നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഒരാൾക്കൊരു വേലക്കാരനാകണോ? കല്യാണം കഴിക്കാൻ പാടില്ല. പട്ടക്കാരനാകണോ? കല്യാണം കഴിക്കാൻ പാടില്ല. മേൽപ്പട്ടക്കാരനാകണോ? ഒരിക്കലും കല്യാണം കഴിക്കാൻ പാടില്ല. വിവാഹം വിലക്കുകയും ചെയ്യും. വേറൊന്ന്, വിശ്വാസികൾ സ്തോത്രത്തോടെ നമ്പുരാൻ എന്തെങ്കിലും തന്നാൽ ഇത് തന്ന ദൈവമേ നിനക്ക് സ്തോത്രമെന്നും പറഞ്ഞ്, നല്ലതായാലും മോശമായാലും അല്പമായാലും അധികമായാലും സ്തോത്രം പറഞ്ഞേച്ച് കഴിക്കേണ്ട ആഹാരം വിലക്കുക. ഇത്ര ദിവസത്തേക്ക് ഇന്നത് കഴിക്കരുത്, 50 ദിവസത്തേക്ക് ഇനി ആഹാരം തുടരുത്. ഞാനിതൊക്കെ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം എത്ര സത്യമാണെന്ന് അങ്ങ് ഹൃദയം നിറച്ചങ്ങ് ചിന്തിച്ച് സന്തോഷിക്കുക. ഈ വേദപുസ്തകം സത്യമാണെന്നുള്ളതിന് ആയിരക്കണക്കിന് തെളിവുകൾ എന്റെ കൈ കിട്ടിയിട്ടുണ്ട്. അതിലൊരു തെളിവ് ഇപ്പം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കും. ഒരു 19 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാവി കാലത്ത് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പൗലോസിൽ കൂടെ ചെയ്ത പ്രവചനം, അതിന്റെ സാമ്പിളായിട്ട് 2 വിഷയങ്ങൾ, അത് 2 നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ആശ്ചര്യകരമായി നിറവേറിയിരിക്കുന്നു. ഇനിയും പൗലോസിന്റെ വേറൊരു പ്രവചനം കൂടെ അതേ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഭാഗം വിടാം. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ. പ്ലീസ് ലിസൺ. 2 Timothy chapter 3 verses 1 following. ഇവിടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. വേറൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അതും ആശയം ഒന്ന് തന്നെയാണ്. ഭാവി കാലത്ത് എന്ന് പറഞ്ഞത് തന്നെയാണ് ഇവിടെ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ എന്ന് പറഞ്ഞാൽ പെരിലസ് ടൈം, വളരെയേറെ ഉപദ്രവമുള്ള സമയങ്ങൾ, കടന്നുകൂടുവാൻ പ്രയാസമുള്ള സമയങ്ങൾ ഉണ്ടാകും. യെസ്, വായിക്കട്ടെ. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. മുമ്പേ പൗലോസ് ചെയ്ത പ്രവചനം വിശ്വാസഗോളത്തെ കുറിക്കുന്നതാണെങ്കിൽ ലിമിറ്റഡ് ഇൻ ദ ക്രിസ്തൻഡം, അത് ആത്മീയ ഗോളത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണെങ്കിൽ ഇപ്പോൾ താൻ ചെയ്യുന്ന പ്രവചനം മുഴുവൻ മനുഷ്യജാതിയെയും ബാധിക്കുന്നതാണ്. എന്താണ്? മനുഷ്യർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റേടത്ത് പറഞ്ഞിരിക്കുന്നത്
ഒരു പഠനത്തിന്റെ ആത്മാവിൽ ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് അറിയാം. മുമ്പേ വായിച്ചത് ചിലർന്നാണ്, അല്ലേ? അതോ എനിക്ക് ഭാവി കാലത്ത് ചിലർ എന്നാണ് മുമ്പേ പറഞ്ഞത്. എല്ലാവരും വിശ്വാസത്യാഗികളാകുകയില്ല, നിശ്ചയമായിട്ടും. അതൊക്കെ എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യർന്നാണ്. ഹ്യൂമാനിറ്റി അറ്റ് ലാർജ് ആസ് എ ഹോൾ. ഭൂരിപക്ഷം ആളുകളും എങ്ങനെയായിത്തീരും? വായിച്ചാട്ടെ, അതിഷ്ടം വായിച്ചാട്ടെ. സ്വസ്നേഹികൾ, അടുത്തത് ദ്രവ്യാഗ്രഹികൾ, പൊങ്ങച്ചം പറയുന്നവർ, അഹങ്കാരികൾ, ദൂഷകന്മാരും, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും, നന്ദി കെട്ടവരും, അശുദ്ധരും, വാത്സല്യമില്ലാത്തവരും, ഇണങ്ങാത്തവരും, ഏഷണിക്കാരും, അവിധന്യന്മാരുമായി ഉഗ്രന്മാരും. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ. പൗലോസ് അപ്പോസ്തലന് ഒരു പ്രത്യേകത ഉണ്ട്. അദ്ദേഹം ഏതെങ്കിലും ഒരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ മനസ്സിലുള്ളതെല്ലാം കൂടെ പകർത്താൻ സമയമില്ലാതെ വിഷമിക്കുമ്പോൾ ഇനി എന്തു പറയേണ്ടു എന്ന് പറഞ്ഞൊരു നിപ്പുണ്ട് അദ്ദേഹം. എനിക്കല്ലോ ഇവിടെ അന്ത്യകാലത്ത് ലോകവ്യാപകമായി ഡിമോറലൈസേഷൻ അല്ലെങ്കിൽ അധാർമികത്വം നടമാടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തെ അറിയിച്ചു. അതിന്റെ ഓരോ മുഖങ്ങളാണ് അദ്ദേഹം ഈ ചിത്രീകരിക്കുന്നത്. അതിൽ ഓരോന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മനസ്സിലായി ഈ ലിസ്റ്റ് ഇപ്പോഴെങ്കിലും തീരുന്നതല്ലെന്ന്. ഒടുവില് എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ. അതിന് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഏറ്റവും ഒടുവിൽ എല്ലാം കൂടെ കൂട്ടി ഒരൊറ്റ പാർട്ടില് സൽഗുണദ്വേഷികൾ, സകല സൽഗുണങ്ങളെയും തള്ളിക്കളയുന്ന ഒരു കൂട്ടം ആളുകൾ എഴുന്നേൽക്കുന്ന ഒരു കാലമുണ്ടാകുമെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തേത് ഞാനൊന്ന് പറയാം. അതിന് മുമ്പേ വേറൊരു കാര്യം ഞാൻ പറയാം. എന്നോട് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഞാൻ പ്രസംഗിക്കുമ്പോഴൊക്കെ ചില ആളുകൾ വന്ന് ചോദിക്കും, പാസ്റ്ററെ, നിങ്ങളുടെ പ്രസംഗം കേട്ടാൽ തോന്നും ഈ ദേവ്യാഗ്രഹവും ഈ പാമ്പ് പറച്ചിലും ഈ അശുദ്ധിയും ഒക്കെ ഈ അടുത്ത കാലത്തെങ്ങാണ്ട് ഉണ്ടായി തുടങ്ങിയതാണ്. ഇത് പണ്ടെങ്കിലും ഇല്ലാതെന്നും തോന്നും. അന്ത്യകാലത്താണോ ഇതൊക്കെ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും അതിനൊരു മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അന്ത്യനാളിനെ കുറിച്ച് പറയുമ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, അധർമ്മം പെരുകുന്നതിനാൽ, ബാക്കി ആർക്കെങ്കിലും പൂരിപ്പിക്കാമോ? അനേകരുടെ സ്നേഹം തണുത്തുപോകും. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അതെവിടുന്ന് വരുന്നതാണ്? അധർമ്മമൂർത്തിയിൽ നിന്നാണ്. അധർമ്മമൂർത്തി വിസർജിക്കുന്ന അധർമ്മം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. എന്നാൽ അന്ത്യകാലമാകുമ്പോൾ അത് വർദ്ധിക്കും. ആദ്യം ഒരു തീപ്പൊരിയായിരുന്ന അധർമ്മം അന്ത്യകാലമാകുമ്പോൾ ഒരു തീജ്വാല പോലെ ആളിക്കത്തും. ഇപ്പോൾ അധർമ്മം നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാന് ഇതിന്റെ സാമ്പിള് ഒരെണ്ണം മാത്രം പറഞ്ഞ് ഇപ്പോ ഒരു ബ്രേക്ക് നൽകാൻ പോവുകയാണ്. ഈ ദുർഗുണങ്ങളുടെ ലിസ്റ്റ് പൗലോസ് അവതരിപ്പിക്കുമ്പോൾ അതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നൊന്ന് നോക്കാട്ടെ. എന്താണ്? സ്വസ്നേഹികൾ. എന്താ അതിന്റെ അർത്ഥം? സ്വസ്നേഹികൾ എന്ന് പറഞ്ഞാല് ഞാനൊന്ന് പറയാം. ഞാൻ നല്ലപോലെ ഭക്ഷണം കഴിച്ച് എനിക്ക് നിറഞ്ഞു കഴിയുമ്പോൾ, രേമ്പക്കം കൂടെ വിട്ട് കഴിയുമ്പോൾ എന്റെ വിചാരം ലോകത്തുള്ളവർക്കെല്ലാം നിറഞ്ഞു. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്കൊരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരും ഇരുന്നു. എന്റെ കാര്യം സാധിച്ചു കഴിയുമ്പോൾ ലോകം സന്തുഷ്ടമായി എന്ന് തോന്നുന്ന ഒരു മനോഭാവം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേരളത്തിലൊരു സ്ഥലത്ത് ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്, അന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു കുപ്പായ വിട്ട് ഒരു പട്ടക്കാരൻ, തോമാസഭയിലെ ഒരു പട്ടക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഒരു 80 ചില്ലുവാനം വയസ്സ് പ്രായമുള്ള ഒരു ക്ഷീണനായ ഒരു പട്ടക്കാരനാണ്. ഞാൻ കയറിയ ബസ്സിലാണെങ്കിൽ ഒരാൾക്ക് നേരെ നിൽക്കാൻ പോലുള്ള ഇടയിൽ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് നിൽക്കുന്നത്. അതിന്റെ അടുക്കൽ ഈ വയോവൃദ്ധനും ക്ഷീണിതനുമായ പട്ടക്കാരൻ ഇങ്ങനെ ഒരു കമ്പിയെ പിടിച്ച് നിൽക്കുക. അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നല്ല ഒന്നാന്തരം ചോര നീരുള്ള ചെറുപ്പക്കാരൻ വരിയായിട്ടിരിക്കുക. അവരെങ്ങനെയും അച്ഛനോട് നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ട് എല്ലാവരും ഉറക്കം നടിക്കും. പൈസലോ ഇതിന് സ്വതന്ത്രം. അച്ഛനിങ്ങനെ എല്ലാവരും മാറി നോക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സങ്കീർത്തനക്കാരന് എഴുതിയിട്ടില്ലേ, വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ ചുറ്റും നോക്കി. ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് സഹായിക്കുമോ എന്നറിയാനായിട്ട്
ആ വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ നോക്കി. ചിലർ കൂർക്കം വലിക്കുന്നു. ഈശ്വരോ, സത്യം പറഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ വലിയ ദുഃഖം തോന്നി. ഞാൻ അറിയാതെ, എനിക്ക് അങ്ങനെ ചിലപ്പോൾ സുഖം ഉണ്ടാകാറുണ്ട്, ഞാൻ അറിയാതെ ഇങ്ങനെ അങ്ങ് പറഞ്ഞുപോയി. അച്ഛനൊരു സീറ്റ് കിട്ടാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കായിരിക്കും അല്ലേ എന്ന് ഞാൻ ചോദിച്ചു. സ്വസ്നേഹികൾ, അത് തുടങ്ങിയുള്ള സകല ദോഷങ്ങളുടെയും വിളയാട്ടരംഗം അന്ത്യകാലത്തുണ്ടാകുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിൽ കൂടെ പ്രവചിച്ചു. സദാചാര ലംഘനം, ധാർമ്മികതപതനം, അപ്പുറത്ത് വിശ്വാസത്യാഗം, മാനവജാതിക്ക് മൊത്തത്തിലുണ്ടാകുന്നത് അതേ പരാജയം, വിശ്വാസഗോളത്തിന് പ്രത്യേകമായിട്ടുണ്ടാകുന്ന ക്ഷീണം, ഇത് രണ്ടും ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ ദാസൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചിച്ചു. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ആശ്ചര്യകരമായി നിറവേറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവ് പറയുന്നതിനെ ശ്രദ്ധിക്കാം. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും സ്തുതിച്ചാട്ടെ. തുടർന്ന് ഞാൻ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നതാണ്. പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. യേശുവേ, നീ എത്ര നല്ലവൻ, ഈ ഭൂവിൽ നീയല്ലാൽ വേറാരുമേയില്ല, ഈ പാരിൽ വിശ്വസ്തൻ മറ്റാരുമേയില്ല. യേശുവേ, നീ എത്ര നല്ലവൻ, ഈ ഭൂവിൽ നീയല്ലാൽ വേറാരുമേയില്ല, ഈ പാരിൽ വിശ്വസ്തൻ മറ്റാരുമേയില്ല. യേശുവേ, ചുമക്കും അത്താണിയല്ലോ നീ, എൻ വേദന നീക്കും എൻ ദൈവമല്ലോ നീ. എൻ ഭാരം ചുമക്കും അത്താണിയല്ലോ നീ, എൻ വേദന നീക്കും എൻ ദൈവമല്ലോ നീ. എൻ പാപം വഹിച്ച രക്ഷകനല്ലോ നീ, എൻ ശാപം നീക്കിയ എൻ നാഥനല്ലോ നീ. എൻ പാപം വഹിച്ച രക്ഷകനല്ലോ നീ, എൻ ശാപം നീക്കിയ എൻ നാഥനല്ലോ നീ. യേശുവേ, നീ എത്ര നല്ലവൻ, ഈ ഭൂവിൽ നീയല്ലാൽ വേറാരുമേയില്ല, ഈ പാരിൽ വിശ്വസ്തൻ മറ്റാരുമേയില്ല. യേശുവേ, രോഗവേളയിൽ സൗഖ്യവും നീയല്ലോ, എന്നാവശ്യങ്ങളിൽ നീ
എന്നും മതിയല്ലോ എൻ രോഗവേളയിൽ സൗഖ്യവും നീയല്ലോ എൻ ആവശ്യങ്ങളിൽ നീ എന്നും മതിയല്ലോ എൻ ആശ്രയമായി നീ മാത്രമാണല്ലോ എൻ ജീവിതമെല്ലാം മുഴുവനും നീയല്ലോ എൻ ആശ്രയമായി നീ മാത്രമാണല്ലോ. സന്തോഷമുള്ള എല്ലാവരും ഒരു ഹല്ലേലൂയ പറഞ്ഞ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനങ്ങളിൽ പാസ്റ്ററൽ എപ്പിസോഡ്സിൽ അന്ത്യകാല പ്രവചനങ്ങൾ പറഞ്ഞിട്ട് തനിക്ക് തൃപ്തി വരാതെ ആ 4-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും അദ്ദേഹം ഒരു പ്രവചനം കൂടെ പറയുന്നു. അതെന്താണെന്നറിയാമോ? അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണമുള്ള ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തുനിയുകയും ചെയ്യും. പ്രൈസ് ഗോഡ്. അവിടെ ദൈവമക്കളാ ഭാഷയുടെ ആ ട്രെൻഡ് ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നല്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള കാലം വരും. നിങ്ങൾ എന്നോട് ചേർന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കൂ. ഒരു മറുപടി നിങ്ങളുടെ മനസാക്ഷിയോട് പറയൂ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സൗണ്ട് ഡോക്ട്രിൻ എന്ന് പറഞ്ഞാല് മൈക്കിൽ കൂടെ പ്രസംഗിക്കാന്നല്ല അതിന്റെ അർത്ഥം. വലിയ ശബ്ദത്തിൽ പ്രസംഗിക്കാന്നല്ല. കറക്റ്റ് ഡോക്ട്രിൻ, സത്യ ഉപദേശം. പ്രൈസ് ദി ലോർഡ്. അത് കേൾക്കാൻ അന്ത്യകാലത്ത് പലർക്കും താല്പര്യം കാണുക. പഥ്യോപദേശം എന്ന് പറഞ്ഞാല് ഇവാഞ്ചലിക്കൽ സഭ ഇറങ്ങി തിരിച്ച കാലത്ത് അതിന്റെ പേര് പഥ്യോപദേശ സമിതി എന്നായിരുന്നു. അതിന്റെ കാര്യമല്ല. പഥ്യോപദേശം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഡോക്ട്രിൻ എന്നാണ്. കർത്താവായ യേശുക്രിസ്തു തന്റെ അപ്പോസ്തലന്മാരിലൂടെ നമുക്ക് ഫലമേൽപ്പിച്ചു തന്ന, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട ആ സത്യോപദേശത്തിന്റെ പേരാണ് അത്. സത്യോപദേശം, പഥ്യോപദേശം അതെല്ലാം ഒന്ന് തന്നെയാണ്. അത് അന്ത്യകാലമാകുമ്പോൾ അത് കേൾക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ വർദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും സത്യോപദേശം പ്രസംഗിക്കുകയാണെങ്കിൽ അവരുടെ അടുക്കത്തെന്ന് പറയും, പാസേ ഞങ്ങൾക്കിവിടെ ഉപദേശങ്ങളൊന്നും അല്ല ഇഷ്ടം, ഞങ്ങൾക്ക് വല്ല തമാശയൊക്കെ കേട്ടിങ്ങനെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. കർണരസം. ഇന്ന് അനേകം ആളുകൾ പലയിടങ്ങളിൽ പോയി പ്രസംഗിക്കുന്നവരാണ് ഞങ്ങൾക്കറിയാം. പല ആളുകൾക്കും ഇങ്ങനെ പ്രേമഗീതം പോലെ വല്ലതൊക്കെ കേട്ടുകൊണ്ടിരിക്കാം. കർണരസം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് തന്നെയല്ല, സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണമുള്ള ഉപദേഷ്ടാക്കന്മാരെ ധരിക്കാം. അത്ര വലിയ പാപമൊന്നും അല്ലെന്ന്, അതിനേക്കാൾ എത്ര വലിയ പാപങ്ങൾ വേറെ കിടക്കുന്നു എന്ന് പറയുന്ന ഒരു ഉപദേശിയെ കിട്ടുന്ന എനിക്കിഷ്ടം. സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണമുള്ള ഉപദേഷ്ടാക്കന്മാർ. ഇടയ്ക്ക് നിങ്ങൾക്കൊക്കെ കഥ കേൾക്കാൻ ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ദിവസം കഥ പറയാം. കഥ ഇതാണ്. പെന്തിക്കോസ്ത് സഭയിലാണെന്ന് എനിക്ക് തോന്നുന്നു. എവിടെയോ ഒരു സഭയില് ഒരു നല്ല ചുറുചുറുക്കുള്ള നല്ല ഒരു ചെറുപ്പക്കാരനായ പാസ്റ്റർ, അദ്ദേഹത്തിന്റെ ആ ബൈബിൾ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ആത്മഭാരമുള്ളവനായിട്ട് താൻ ആദ്യമായിട്ട് സഭയിലോട്ട് ചെന്നപ്പോൾ സഭാ ശുശ്രൂഷ ഏറ്റെടുക്കുന്ന ദിവസമാണ്. അന്നേരം തന്നെ അദ്ദേഹം തന്റെ മുമ്പിൽ കണ്ട ക്രമക്കേടുകൾ മനസ്സിൽ കുറിച്ചു വെച്ചു. താൻ പ്രസംഗ ശുശ്രൂഷയിൽ അത് വിളിച്ചു പറഞ്ഞു. എന്റെ മുമ്പില് കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ക്രമക്കേടുകള്, ചില ആളുകൾ വീട്ടിൽ ഉറക്കം തൂങ്ങുന്നു, അലക്ഷ്യമുണ്ടാക്കുന്നു, ചിലര് കോട്ടുമായിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം തെറ്റാണ്. തർജ്ജനം ചെയ്ത് അദ്ദേഹം പ്രസംഗിച്ചു. പ്രസംഗമെല്ലാം കഴിഞ്ഞ്, ആരാധനയെല്ലാം കഴിഞ്ഞ് ആ സഭയിൽ വളരെ പഴക്കമുള്ള ഒരു മനുഷ്യൻ, അങ്ങനെ ചേർത്ത് കാണുമല്ലോ, പഴക്കം അതിൽ തന്നെ ദോഷമുള്ളതല്ല, എന്നാൽ പഴകി അങ്ങ് ദ്രവിച്ചു പോകുന്ന ചില ആളുകൾ. പ്രൈസലോ. അങ്ങനെയുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾ കുറച്ച് പണസൗകര്യമൊക്കെ ഉള്ള ആളായിരുന്നു. എനിക്ക് തോന്നുന്നു സഭ ശുശ്രൂഷകന്മാർക്കൊക്കെ അല്പം തന്റെ ആ വശത്ത് ചേർന്ന് നിൽക്കുന്ന സഭാ ശുശ്രൂഷകനാണെങ്കിൽ ഒരല്പം കൈത്താങ്ങൽ കൊടുക്കാനും തയ്യാറുള്ള ഒരാളാണ്. പ്രസംഗമെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ ചെറുപ്പക്കാരൻ പാസ്റ്ററെ അടുക്കൽ വിളിച്ച് ഇങ്ങനെ ചോദിച്ചു, പാസ്റ്ററെ പുതുതായിട്ട് ഇങ്ങോട്ട് അയച്ചതല്ലേ?
അതെ. കുറച്ചാൾ ഇരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? പാസ് പറഞ്ഞു കുറച്ചാൾ ഇരുന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. എന്നാ കുറ്റം പറയരുത്. അപ്പൊ ഈ ദേവദാസൻ വചനം പഠിച്ച ആളാ. ദേവദാസൻ പറഞ്ഞു, അപ്പൊ അതെങ്ങനെയാ കുറ്റം പറയാതിരിക്കുന്നത്? നമ്മുടെ കർത്താവ് കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ, തന്റെ പല പ്രസംഗത്തിലും കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ്. പരീശന്മാരെ നിങ്ങൾക്ക് ആ കഷ്ടം തുടങ്ങി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാർ കുറ്റം പറഞ്ഞിട്ടുണ്ട്. സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ പോലും പറഞ്ഞിട്ടുണ്ട്, കള്ള അപ്പോസ്തലന്മാർ പലരും, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവരുടെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളികളാകരുത്, അവർക്ക് കുശലം പോലും പറയരുതെന്ന് ആ സ്നേഹവാനായ അപ്പോസ്തലൻ വരെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ പാടില്ലെന്ന്. അങ്ങനെ ഈ അപ്പച്ചന്, ഈ ചെറുപ്പക്കാരൻ പാസക്ക് കൊടുത്ത ഗുണദോഷം നിങ്ങൾ കേൾക്കണം. പാസെ കുറ്റം പറയരുതെന്ന് ഞാൻ പറയുന്നില്ല, കുറ്റം പറയാം. എന്നാൽ നമുക്ക് എത്രയോ പേരുടെ കുറ്റം പറയാൻ കിടക്കുന്നു. അനിന്യാസിന്റെയും തപ്പുരാളെയും കുറ്റം പറഞ്ഞു, കായേന്റെ കുറ്റം പറഞ്ഞു, ബിലിയാമിന്റെ കുറ്റം പറഞ്ഞു. പാസ് അറിയത്തില്ലേ? ഞാൻ തരാം ലിസ്റ്റ്. ഇപ്പോൾ ഉള്ളവരൊന്നും കുറ്റം പറഞ്ഞു. പാസ് എന്ത് പറഞ്ഞു കാണുമെന്ന് എനിക്കറിയത്തില്ല. സ്വന്തം മോഹങ്ങൾക്ക് ഒത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും ചെയ്യുന്ന കാലം വരും. ഞാൻ ഈ സത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതിന് ശേഷം എന്റെ പെറ്റതള്ളയുടെ മുമ്പിൽ പോലും ഉപദേശം സംബന്ധിച്ച് കടുകട വിട്ടുവീഴ്ച ചെയ്യാത്തൊരു മനുഷ്യനായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ മാത്രം എനിക്കൊരു അബദ്ധം പറ്റി, അത് പറയാതിരിക്കാൻ ഒക്കുകയില്ല. ഞാനൊരു യൂണിയൻ കൺവെൻഷൻ ഒരിക്കൽ പ്രസംഗിക്കാനായിട്ട് ചെന്നു. ഇപ്പൊ യൂണിയൻ കൺവെൻഷൻ അധികം വിളിക്കുന്നില്ല, എന്താണെന്നറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ വളരെ ആളുകൾ കൂടിയിട്ടുണ്ട്. ഞാൻ എന്റെ ആദ്യത്തെ ആവേശത്തിൽ ഇങ്ങനെ പ്രസംഗിക്കാനായിട്ട് കരുക്കളെല്ലാം തയ്യാറാക്കിക്കൊണ്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അന്നേരം ആ യൂണിയൻ കൺവെൻഷൻ സെക്രട്ടറി എന്നെ അവതരിപ്പിച്ച് പ്ലാറ്റ്ഫോറത്തിലേക്ക് വിടുന്നതിന് മുമ്പായിട്ട് എന്റെ ചെവിയിൽ വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, രക്ഷിക്കപ്പെടണമെന്നുള്ള വിഷയം തറപ്പിച്ച് പറഞ്ഞേക്കണം, തറപ്പിച്ച്. അപ്പൊ എനിക്ക് സംശയമായി ആ പ്രസ്താവന. എന്താ അങ്ങനെ പറഞ്ഞു? ഞാൻ സാധാരണ പ്രസംഗിക്കുന്നതൊക്കെ തറപ്പിച്ച് തന്നെയാണ്, പിന്നെന്താ ഇയാളിങ്ങനെ പറഞ്ഞു? അപ്പൊ ഞാൻ അടുക്ക വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്താ ബ്രദർ മീൻ ചെയ്തത്? എനിക്ക് മനസ്സിലായി, ഇത് യൂണിയൻ കൺവെൻഷൻ. സുവിശേഷം പറഞ്ഞാൽ മതി, ഉപദേശം പറയണ്ട. സുവിശേഷം പറഞ്ഞാൽ മതി, ഉപദേശം പറയണ്ട. എനിക്ക് ആകെപ്പാടെ സങ്കടമായി എഴുന്നേറ്റ് ഓടാൻ തോന്നി. എങ്കിലും ഞാൻ അവിടെ ഇരുന്നു. എനിക്ക് അനുവദിച്ച സമയം മുഴുവൻ വഴക്കുണ്ടാക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ കർത്താവായ യേശുവിലുള്ള വിശ്വാസത്താലുള്ള രക്ഷയെക്കുറിച്ച് പ്രസംഗിച്ചതിന് ശേഷം തീരാറായപ്പോ ഇങ്ങനെ പറഞ്ഞു, രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ അവര് മുമ്പോട്ട് പോകേണ്ടതായ പല പടികൾ വേദപുസ്തകത്തിലുണ്ട്. എന്നാൽ അതെല്ലാം പറയാൻ ഇവിടെ അനുവാദമില്ലാത്തതുകൊണ്ടും പ്രൈസ് ദി ലോർഡ് സമയം അതിന് അനുവദിക്കാത്തതുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം പറ്റി. പക്ഷെ അന്ന് എനിക്ക് പരാജയം ഉണ്ടായില്ല. എനിക്ക് പരാജയം പറ്റിയത് ഞാൻ പറയാം. ഞാൻ തിരുവല്ലായ്ക്കടുത്ത് ഒരിക്കല് ഇതുപോലുള്ള ഒരു യൂണിയൻ കൺവെൻഷൻ പ്രസംഗിക്കാനായിട്ട് പോയി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞ് ഒരാൾ വന്ന് എനിക്ക് കൈ തന്നെ എന്നോട് പറഞ്ഞു, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. നല്ല പ്രസംഗമായി, ഞാനങ്ങ് കേട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒടുവിക്കൊണ്ട് സ്നാനം പറഞ്ഞ് കളഞ്ഞു. അതിലും എനിക്ക് ദുഃഖം തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ തിരുവല്ലായ്ക്കടുത്ത് പ്രസംഗിക്കുന്ന ആ പ്രസംഗത്തിൽ പൗലോസ് അപ്പോസ്തലൻ തലമുണ്ടനം ചെയ്ത നേർച്ചക്കാരെ വിളിച്ചുകൊണ്ട് യെരൂശലേം ദേവാലയത്തിൽ പോയെന്ന് പറഞ്ഞവര് മനുഷ്യബുദ്ധിക്ക് അനുസരിച്ച് ഞാൻ ഒരു പ്രസംഗം പറഞ്ഞു. എന്താണെന്നറിയാവോ? ഇന്നും മുള്ളിന് വിലയ്ക്കും കേടില്ലാത്ത ഒരു പ്രസംഗം പറയണമെന്ന് ഞാൻ തീരുമാനിച്ചു. ചുരുക്കി പറഞ്ഞാൽ, കർത്താവ് എല്ലാവർക്കും നല്ലവനാണെന്നും വല്ലവനാണെന്നും വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണെന്നും ഹൃദയം തകർന്നവർക്ക് മുറി കെട്ടുന്നവനാണെന്നും ഒക്കെ പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് ഒരു പ്രസംഗം പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയ ഉടനെ ഒരു വല്യപ്പച്ചൻ വന്ന് എനിക്ക് കൈ തന്നെ എന്നോട് പറഞ്ഞു, ഇതാണ് പ്രസംഗം, സമത്വസുന്ദരമായ പ്രസംഗം. എനിക്ക് വളരെ കുറ്റബോധമുണ്ടായി. എന്റെ പ്രിയരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നമ്മളെ ദൈവം ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് സമത്വസുന്ദരമായ പ്രസംഗം പറയാനല്ല. പാവിയെയും രോഗിയെയും ഉപദേശക്കുരുക്കിൽ കിടക്കുന്നവനെയും വഴിതെറ്റി നടക്കുന്നവനെയും എല്ലാം തഴുകി ഇളങ്കാറ്റ് പകരുന്ന പോലുള്ള പ്രസംഗം പറയാനല്ല സ്വർഗത്തിലെ ദൈവം എന്നെയും നിന്നെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. വേദപുസ്തകം പഠിച്ചവർ ഓർക്കട്ടെ,
പാപം പ്രാക്ടീസ് ചെയ്യുന്ന നിനവ പട്ടണത്തിലേക്ക് യോനായെ ദൂതുമായി അയക്കുമ്പോൾ ആർക്കെങ്കിലും പറയാമോ യോനായെ അയക്കുമ്പോൾ എങ്ങനെ പ്രസംഗിക്കാനാണ് യോനായോട് പറഞ്ഞതെന്ന് വേദപുസ്തകം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കുന്ന ഒരാൾക്കൊന്ന് പറയാമോ? നീ ചെന്ന് മഹാനഗരമായ അടുത്ത എനിക്ക് കേൾക്കേണ്ടത് നിനവയ്ക്ക് വിരോധമായി പ്രസംഗിക്ക. നിനവയ്ക്ക് വിരോധമായി പ്രസംഗിക്ക. നിനവ പട്ടണമേ, നിന്റെ ഈ പോക്ക് ശരിയല്ല എന്ന് പ്രസംഗിക്കാം. ഞാനൊരു കാര്യം പറയാം. എനിക്കും 3 കുഞ്ഞുങ്ങളുണ്ട്. ഒരു പെറ്റേണൽ ഫീലിംഗ് എനിക്കും അറിയാം. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നമ്മുടെ കൂടെ വരുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിച്ചതുകൊണ്ട് എന്ത് കാര്യം? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുത്തു, അവരുടെ ശരീരം വളർത്തിയെടുത്തു, നല്ല വേഷം ധരിപ്പിച്ചു, അവർ ബട്ടർഫ്ലൈസിനെ പോലെ ഇതിലേക്ക് നടന്നു. എന്നാൽ നിത്യതയിൽ അവർ നമ്മളോടുകൂടെ ഇല്ലെങ്കിൽ എന്ത് പ്രയോജനം? അവരുടെ ആത്മരക്ഷയെ തടസ്സപ്പെടുത്തുന്ന ഏത് പ്രവണത കണ്ടാലും അതിന്റെ നേരെ വിരൽ ചൂണ്ടുകയും പ്രൈസ് ഗോഡ് അവരെ നേടിയെടുക്കുവാൻ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാത്ത ഒരു പിതാവും പിതാവല്ല, ഒരു മാതാവും മാതാവല്ല. അത് വിശ്വസിക്കുന്നവരെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിനെ ഇത്രയും നേരം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഒരു പ്രവാചകൻ എന്നുള്ള നിലയിലാണ്. അദ്ദേഹത്തിന്റെ പ്രവചനം ഒന്നും തെറ്റിയിട്ടില്ല. ചില ആളുകൾക്ക് ഒരു പരാജയമുണ്ട്. മറ്റുള്ളവരെ കുറിച്ചെല്ലാം പ്രവചിക്കും, തങ്ങളെക്കുറിച്ച് ഒരു ബോധവും കാണുക. അവരെയൊന്നുമല്ല ഇരുട്ടുകുഴി വീഴുകയും ചെയ്യും. എന്നാൽ പൗലോസ് തന്നെക്കുറിച്ച് തന്നെ ബോധവാനായി. എന്താണെന്നറിയോ? അദ്ദേഹം വളരെ വ്യക്തമായിട്ട് താഴെ വിളിച്ചു പറഞ്ഞു, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, നീതിയുടെ കിരീടം എനിക്ക് ലഭിക്കും തുടങ്ങിയ കാര്യങ്ങൾ, തന്നെ കുറിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം വളരെ നിർണയത്തോടെ പ്രസ്താവിച്ചു. ദൈവത്തിന്റെ പൈതലേ, നിനക്ക് നീ ആരായിത്തീരുമെന്നും എങ്ങനെയുള്ള ഒരു അന്തം നീ പ്രാപിക്കുമെന്നുള്ളതിനെ കുറിച്ച് ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയ്ക്ക് നിനക്ക് നല്ല നിശ്ചയം ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനിയും സമയം അനുവദിക്കുന്നിടത്തോളം ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, പോൾ ആസ് എ ഫാദർ, ഒരു നല്ല പിതാവിന്റെ ലക്ഷണം എന്താണെന്ന് ഒരു നിമിഷം നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കാം. ഒരു നല്ല പിതാവ് മരണക്കിടക്കയിലേക്ക് തിരിയുമ്പോൾ തന്റെ കുഞ്ഞുങ്ങളെയെല്ലാം അടുക്കൽ വിളിച്ച് പ്രൈസ് ദി ലോർഡ്, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ താൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളതായ ആ വസ്തുത ആ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കും. ഇവിടെ നിങ്ങൾ ഒന്നും തന്നെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒന്നും കിട്ടുകയില്ല. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ അന്ത്യവേളയിൽ ഇസഹാക്കും, ഇസഹാക്കിന്റെ അന്ത്യവേളയിൽ യാക്കോബും, യാക്കോബിന്റെ മരണവേളയിൽ യാക്കോബിന്റെ പുത്രന്മാരും, ദാവീദിന്റെ മരണവേളയിൽ ശലോമോനും മറ്റും ആ മരണക്കിടക്കയുടെ അരികിൽ നിൽക്കുമ്പോൾ പ്രൈസ് ഗോഡ് ആ പിതാക്കന്മാർ കുഞ്ഞുങ്ങളോട് പറയുന്ന വാക്കുകൾ ഒരൊറ്റ പ്രാവശ്യമെങ്കിലും വേദപുസ്തകത്തിൽ നിങ്ങളൊന്ന് വായിക്കേണ്ടതാണ്. ദാവീദിന്റെ ആ മരണക്കിടക്ക എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ശലോമോൻ ഒരു കൊച്ചു ബാലനായിട്ട് അടുക്കൽ നിൽക്കുകയാണ്. ദാവീദ് വിട പറയാൻ പോവുകയാണ്. ആ സമയത്ത് ദാവീദ് പറയുന്നത് എന്താണെന്നറിയാമോ? എന്റെ മകനെ, കഴിഞ്ഞ നാളുകൾ ദൈവം എന്നെ വിടുവിച്ചു, ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിച്ചു. അവൻ പറയുന്നതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ, എനിക്കൊരു ദോഷം എന്റെ ദൈവം ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത് എന്റെ ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ കുറ്റവും കുറവുള്ളവനാണ്, എങ്കിലും എന്റെ ദൈവത്തിന്റെ ഭാഗത്ത് ഒരു അവിശ്വസ്തതയുമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൃപയാലാണ് ഞാൻ ഇത്രത്തോളം വന്നത് എന്നിങ്ങനെ ദാവീദ് പറയുന്ന വാക്കുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങളിൽ ഞാനും ഒരു ഐഡിയൽ ഫാദർ ആണെങ്കിൽ, നമ്മൾ മരിക്കാൻ കാലം ഉണ്ടെങ്കിൽ, നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ അടുക്കൽ നിൽക്കാൻ ഇടയാകുമെങ്കിൽ, അന്നൊരു നല്ല പിതാവ് കടന്നു പോകുമ്പോൾ പറയേണ്ട വാക്കുകൾ പറഞ്ഞിട്ട് വേണം കടന്നു പോകാൻ. ഞാൻ പറഞ്ഞ മനസ്സിലാകും? നമ്മുടെ അടുത്ത തലമുറ നമ്മുടെ അടുത്ത് നിൽക്കുമ്പോഴേ പറയാൻ കൊള്ളാവുന്ന വാക്കുകളൊക്കെ ഇപ്പോഴേ കാണാൻ പഠിച്ച് വെച്ചോണം. ചുമ്മാ ചാകാൻ നേരത്ത് അതും പിച്ചുംപേയൊന്നും പറഞ്ഞേച്ച് പോകരുത്. പ്രൈസ് ദി ലോർഡ്. പണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഉരുളുകയും പെരുകയോ ഒന്നും ചെയ്യരുത്. കൊതിയുള്ള ആഹാര സാധനങ്ങളുടെ പേരൊന്നും വിളിച്ച് പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുന്നു, ഞാൻ ഒരു വിദ്യാർത്ഥിയായി പഠിക്കുന്ന സ്ഥലത്ത് ആ സ്ഥാപനത്തിന് അടുക്കൽ ഒരു മനുഷ്യൻ മരിക്കുകയാണ്. ഞാൻ അവിടെ പോയില്ല, എന്റെ കൂട്ടുകാരി ചെല്ലിട്ട് പോയിരുന്നു.
ആ ആളിന്റെ പേര് ഞാനിവിടെ പറഞ്ഞാൽ നിശ്ചയമായിട്ട് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരും അറിയും. 99% ആളുകൾ പറയും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. ലോകപ്രസിദ്ധനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് വൈദിക മേലധ്യക്ഷന്മാരും അതുപോലെ തന്നെ അറിയപ്പെട്ട ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ ആ മരണക്കിടയ്ക്ക് അരികിലുണ്ട്. തന്റെ മൂത്ത മകൻ തന്റെ അടുക്കലുണ്ട്. മരിക്കാൻ നേരത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 100 പ്രായമുള്ള സംഭവബഹുലമായ ഒരു ജീവിതത്തിന്റെ ഉടമയായിരിക്കുന്ന ഒരു ലോകമഹാനായ ഒരു മനുഷ്യൻ മരിക്കാൻ പോകുകയാണ്. തന്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞ വാക്കുകളുടെ രത്നച്ചുരുക്കം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഞാൻ ഓർക്കുകയാണ്, എന്റെ ദൈവമേ, അത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്തുമായിരിക്കും പറയുന്നത്. എന്റെ മനസ്സിലാണ് ചിന്തിക്കുക. പക്ഷെ അതേ പറഞ്ഞു കേൾക്കണോ, മകനെ, ഞാൻ മരിക്കുകയാണ്. നമ്മുടെ ബിസിനസ് നീ നടത്തിക്കോണം, അതിനൊരു മുടക്കവും വരുത്തരുത്. തീർന്നു. ബിസിനസ് നിങ്ങൾ ആരെങ്കിലും എന്നോട് ചോദിച്ചേക്കും ബിസിനസ് ലാഭമാണെന്ന്. ഒരിക്കലും അല്ലേ, ബിസിനസ് ലാഭമല്ല. എന്നാലേ ചാകാൻ നേരത്ത് പറഞ്ഞേച്ച് ചാകത്തക്കോണം അത്ര വലിയ വിഷയമൊന്നും. ബിസിനസിനേക്കാൾ വലിയ വിഷയങ്ങളൊക്കെ വേറെ ഉണ്ട്. ഒരിക്കലായി ലഭിക്കുന്ന ആയുസ്, ഒരിക്കലായി ലഭിക്കുന്ന മരണം, അങ്ങനെ പരിശോധിക്കുന്ന വൺസ് ടു ഡൈ, ഒരിക്കൽ മരണമെന്നാണ്. പ്രിയരെ, ഒരിക്കൽ കിട്ടുന്ന ആയുസ് എനിക്ക് കൈകാര്യം ചെയ്തോളാം കേട്ടോ. പല പ്രാവശ്യം മരിക്കുകയില്ല. ഞാന് അവിടെ ഡിട്രോയിറ്റ് പ്രസംഗിച്ച കൂട്ടത്തില് ഒരു പോയിന്റ് പറഞ്ഞു. അതായത് ഞാൻ കൊച്ചിലെ ഈ മരണത്തെക്കുറിച്ച് അല്ലെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഒത്തിരി ഫോൾസ് കൺസെപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒരു കൊച്ചു ബാലനായിരിക്കുമ്പോൾ അതിലൊന്ന്, എന്റെ ലൈബ്രറിയിലെ പല പുസ്തകങ്ങളുള്ള കൂട്ടത്തിൽ ഒരു പുസ്തകം നിങ്ങൾ വരാമോ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇതിപ്പോഴും വരുമ്പോ അവിടെ വരണം. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഈ പുനർജന്മത്തെ സാധൂകരിക്കാൻ ശ്രമിക്കുന്ന ഒരു പുസ്തകമാണ്. എന്നേക്കാൾ അധികം ഹിന്ദുവിസം അറിയാവുന്ന ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, ഫാസ്റ്റർ ജോസഫ് പടിഞ്ഞാറേക്കര. ഈ പുസ്തകത്തില് പുനർജന്മം ശരിയാണെന്ന് വരുത്താനായിട്ട് ഈ എഴുത്തുകാരൻ പല ന്യായങ്ങൾ സമർപ്പിക്കുന്നതിൽ ഒരു ന്യായം കേട്ടാൽ ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ചിരിച്ചു പോകും. ആ ന്യായം ഇതാണ്: അരി കട്ട മനുഷ്യൻ അടുത്ത ജന്മത്തിൽ എലിയായിട്ട് തീരും. ആരെങ്കിലും അരി മോഷ്ടിച്ചാൽ, നമ്മളിപ്പോ അമേരിക്കയിൽ അതൊന്നും ചെയ്യുന്നില്ലായിരിക്കാം, എങ്കിലും അങ്ങനെ ചെയ്താൽ അതിന് കിട്ടുന്ന പണിഷ്മെന്റ് ആ മനുഷ്യൻ അടുത്ത ജന്മത്തിൽ മനുഷ്യജന്മത്തിൽ നിന്ന് ഡീഗ്രേഡ് ചെയ്തിട്ട് എലിയായിട്ട് തീരും. എന്നിട്ട് പിന്നെ കിട്ടുന്ന ഇതുപോലുള്ളതായ ലോവർ ബർത്ത് അല്ലെങ്കിൽ അധമ ജന്മങ്ങളുണ്ടല്ലോ, ആ ജന്മത്തിൽ സൽപ്രവർത്തികൾ ചെയ്ത് അവിടുന്ന് പിന്നെ ഹയർ ബർത്ത് ഇങ്ങനെ പ്രാപിച്ചിട്ട് എന്നെങ്കിലും ഒരിക്കൽ മനുഷ്യനായി തീരും. മനുഷ്യനായി കഴിഞ്ഞിട്ട് ഒടുവിൽ തപസ് ചെയ്യും. തപസ് ചെയ്തിട്ട് ഒടുവിൽ അയാൾ മുക്തി പ്രാപിക്കും. അങ്ങനെയാണ് പ്രാപിക്കേണ്ടത്. അപ്പൊ ഞാന് ഇത് വായിച്ചോടനെ എന്റെ കൊച്ചു മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു. അരി കട്ട ഒരുത്തനെ അവൻ നന്നാകാനായിട്ട് ഇവിടെ ശരിയാണ്. അപ്പൊ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ലോകത്തിൽ എവിടെയെങ്കിലും ഒരു ഒറ്റ എലിയെങ്കിലും കൃഷി ചെയ്ത് ജീവിക്കുന്നുണ്ട്? ഞാനൊരു കർഷകന്റെ മകനായിട്ട് ജനിച്ച ഒരാളാണ്. എനിക്കറിയാം, എന്റെ പിതാവ് ചില വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയി. അദ്ദേഹം ഒരു കൃഷിക്കാരനാണ്. അദ്ദേഹം കഷ്ടപ്പെട്ട് മരച്ചീനി കൃഷിയൊക്കെ ചെയ്യും. ചുരുക്കി പറയട്ടെ, എലി തരുന്ന ദശാംശം കൊണ്ടാണ് ഞങ്ങൾ തിന്നുന്നത്. 10-9 എലി എടുക്കും, 10-1 ഞങ്ങൾ. കാര്യം മനസ്സിലായോ? എലി ചെയ്യുന്ന ദ്രോഹം ഒറ്റ എലി മോഷ്ടിക്കാതിരിക്കുന്നില്ല. മോഷ്ടിച്ച ഒരു മനുഷ്യനെ അവൻ നന്നാകാനായിട്ട് പിടിച്ച് എലിയാക്കി. ഇനി ഇതിൽ നിന്ന് മേൽഗതി കിട്ടുമോ, എന്നെങ്കിലും ഇതിൽ നിന്ന് മോചനം കിട്ടുമെങ്കിൽ യുക്തി ബോധമുള്ള ആരെങ്കിലും എന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. എലി എന്ന് നല്ല പ്രവർത്തി എഴുതിയിട്ട് അതിന് പ്രമോഷൻ കിട്ടുമെന്ന് തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്കാൻ മതി. അവിടെ തന്നെ പുനർജന്മ സിദ്ധാന്തം തകർന്ന് തരിപ്പണമായിരിക്കും. നിങ്ങളുടെ ജ്ഞാനത്തിന് തൽക്കാലം ഇരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് മടങ്ങി വരാം. അതുകൊണ്ട് അന്ത്യരംഗത്ത് വില പറഞ്ഞ കാര്യങ്ങൾ വല്ലതും വിളിച്ചു പറഞ്ഞിട്ട് കടന്നു പോകരുത്. ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് വേണം കടന്നു പോകുവാൻ. യേശു നമുക്ക് മാതൃക കാണിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
33.5 വയസ്സുള്ള ഒരു ജീവിതം എരിഞ്ഞടങ്ങാൻ പോകുന്ന സമയത്ത് യേശു ഒടുവിലായിട്ട് നമുക്ക് മാതൃക കാണിച്ചത്, പിതാവേ, നിന്റെ കൈകളിലേക്ക് ഞാൻ എന്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നു. നിവർത്തിയ ചാകാൻ കാലമുണ്ടെങ്കിൽ അങ്ങനെ ചാകാൻ ഒരുങ്ങിക്കോ. പിതാവേ, നിന്റെ കൈകളിലേക്ക് എന്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നു. അടുക്ക നിൽക്കുന്ന ഭാര്യയുടെ ഒന്നും കൈ കൊടുത്തേച്ച് പോകല്ലേ, പാവപ്പെട്ടവർക്ക് നിന്നെ താങ്ങാനുള്ള കഴിവില്ല. മനുഷ്യന്റെ കയ്യിലോട്ട് കൊടുക്കരുത്, ദൈവത്തിന്റെ കയ്യിൽ ജീവനെ ഫലമേൽപ്പിച്ചേച്ച് പോകണം. സ്തേഫാനോസ് കർത്താവിന്റെ അന്ത്യരംഗത്തെക്കുറിച്ച് അറിഞ്ഞ ആളാണ്. അന്നേരം മുതൽ തനിക്കൊരാഗ്രഹം, എനിക്ക് വേണ്ട നാഥനെ പോലെ ഒന്ന് മരിക്കണമെന്ന്. യേശുവിനെ പോലെ മരിച്ച ചുരുക്കം പേരിൽ ഒരാളായിരുന്നു സ്തേഫാനോസ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്തേഫാനോസ് കല്ലേറ് കൊണ്ട് രക്തം ഇങ്ങനെ ചെതറി പടഞ്ഞു മരിക്കുന്ന സമയത്ത് 2 പ്രാർത്ഥനാവാചകങ്ങൾ ഉച്ചരിച്ചു. ഒന്ന്, കർത്താവേ, ഇവർക്ക് പാപം നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു. ഒടുവിൽ ജീവൻ പോകാൻ നേരത്ത് പറഞ്ഞു, കർത്താവായ യേശുവിന്റെ ആത്മാവിനെ കൈക്കൊള്ളണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു നല്ല പിതാവ് തന്റെ കുഞ്ഞുങ്ങൾ ചുറ്റും നിൽക്കുമ്പോ, ഹല്ലേലൂയ, ആദ്യമായിട്ട് ആ പിതാവിന് പറയാൻ അത് ഇടയാകേണ്ടത്, നിങ്ങളെ എങ്ങനെ ജീവിച്ചെന്ന ജീവിതം അപ്പടി കുഴച്ചു മറിച്ച് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന അവസരം മുഴുവൻ ഞാൻ നഷ്ടപ്പെടുത്തിയെന്ന് പ്രലപിക്കുവാൻ ഇടവരരുത്. പൈസല്ലോ പൈസല്ലോ, ഞാൻ നല്ലപോൽ പൊരുതു, ഓട്ടം തികച്ചു എന്ന് മക്കളോട് പറയുവാൻ പ്രാഗൽഭ്യമുള്ള ഒരു പിതാവായിരിക്കണം. പൈസല്ലോ, എനിക്ക് കിട്ടിയ അവസരം മുഴുവൻ ഞാൻ കളഞ്ഞു കുളിച്ചെന്ന് പരിവേദനം പറയുന്നവനാകരുത്. ഇനി ഒരു കാര്യം കൂടെ പറയാം, അവിടെ പറഞ്ഞപ്പോ അങ്ങ് ഈ മെസ്സേജ് നിർത്താം. മക്കൾക്ക് ഒരു പാർട്ടിംഗ് മെസ്സേജ് കൊടുക്കാൻ കരുത്തനും കൂടെ ആയിരിക്കാം. പൈസല്ലോ പൈസല്ലോ. അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിൽ തന്റെ പ്രിയ മകനായ തീമോത്തിയോസിനോട് പറയുകയാണ്, മകനെ തീമോത്തിയോസേ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, ഞാൻ പൂർത്തീകരിച്ചു, നീയും പൂർത്തീകരിക്കുക. ഞാൻ സുവിശേഷം പ്രസംഗിച്ചു, നീയും സുവിശേഷത്തിന്റെ നല്ല ഭടനായി എന്നോടുകൂടെ പോർ ചെയ്യുക. ഞാൻ ചില നാളുകൾക്ക് മുമ്പേ ആൻഡമാൻ ദ്വീപില് ചില യോഗങ്ങൾക്ക് വേണ്ടി പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ താമസിച്ചിട്ടുള്ള ആളുകൾക്ക് ഓർമ്മ വരും. അവിടെ ഫ്രീഡം ഫൈറ്റേഴ്സിന് ചിലരെ ഇങ്ങനെ തൂക്കിക്കൊല്ലുന്നതായ ആ കൊലമരത്തിന്റെ അടുക്കൽ അവരെ കൊലക്കയറിലേക്ക് നടത്തുന്നതിന് മുമ്പായിട്ട് അവരെ കയറ്റി നിർത്തുന്നതിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു പീഠം ഇങ്ങനെ വാർത്ത ഇട്ടിട്ടുണ്ട്. അവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് റൈറ്റ്സ് എന്ന്. RITES എന്ന് പറഞ്ഞാൽ അവിടെ കൊലക്കയറിൽ കുരുങ്ങുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കാം, ചടങ്ങുകൾ വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം, അതിനുവേണ്ടിയുള്ള സമയമാണ്. ഞാൻ അവിടെ ഒരു നിമിഷം നിന്നുപോയി. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ ദൈവമേ, ഇവിടെ നിന്ന് എത്രയോ ആളുകൾ വിങ്ങിപ്പൊട്ടിയിട്ടുണ്ട്, എത്ര പേർ ഇവിടെ നിന്ന് വിരുമ്പി കരഞ്ഞിട്ടുണ്ട്, അവരൊക്കെ ഒടുവിൽ എന്തായിരിക്കും പറഞ്ഞത്? ഞാൻ അങ്ങ് ചിന്തിച്ചു. കർത്താവ് വരുവാൻ താമസമുണ്ടെങ്കിൽ, എനിക്കും നിങ്ങൾക്കും ഇങ്ങനെ ഒരു അന്ത്യം ആവശ്യമാണെങ്കിൽ, നമ്മുടെ യേശു കടന്നുപോയതുപോലെ പോകുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് ഫലമേൽപ്പിക്കുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നായി പറഞ്ഞ് ഫലമേൽപ്പിക്കുവാൻ നമുക്കിട വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തീമോത്തിയോസിനോട് പറയുന്നത് എന്താണെന്നറിയാമോ? മകനെ, അനേകം ആളുകളും കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ അത് കെട്ടുകഥ കേൾപ്പാൻ തുനിയുകയും ചെയ്യുന്ന കാലം വരും. ഈ കെട്ടുകഥ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാനൊരു ചെറിയ സാമ്പിൾ പറയാം. ഞാൻ ഇന്നാളെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോ അവിടെയുള്ള പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞു, ഈ അടുത്ത സമയത്ത് ഇവിടെ ഒരാൾ പ്രസംഗിക്കാൻ വന്നിരുന്നെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങനെ ഇരുന്നു? അയാളൊരു കഥ പറഞ്ഞു. ആ കഥ എന്താണെന്ന് ഞാൻ ചോദിച്ചു. ആ കഥയുടെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ആദാമിനെ ഹവ്വായെ ദൈവം തമ്പുരാൻ ഏദൻ തോട്ടത്തിൽ നിറച്ചു വിട്ടില്ലേ? വിട്ടപ്പോൾ അവര് കണ്ണുനീരോടെ പോകുന്ന ആ പോക്കിൽ ആദാമും ഹവ്വായും കൂടെ തമ്മിൽ ആലോചിച്ച് ദൈവം അറിയാതെ ഒരു കാര്യം ചെയ്തു. എന്നാണെന്നറിയാമോ? പോകുന്ന പോക്കിൽ ജീവവൃക്ഷത്തിന്റെ ഒരു കൊമ്പ് പഠിച്ചുകൊണ്ട് പോയി. അതവർ താമസിച്ച സ്ഥലത്ത് കൊണ്ട് നട്ടു. അതവിടെ പുഷ്പിച്ചു. അത് വലിയ മരമായി. പിന്നെ അതിന്റെ ഒരു കമ്പേലായി യേശുവിനെ കുരിശിട്ടു. ഒരു കഥയാ. ഇതൊക്കെയാണ്
അന്തമില്ലാത്ത വംശാവലികളും കെട്ടുകഥകളും ഇതൊക്കെ കേട്ട് ആളുകളങ്ങ് സന്തോഷിക്കാണ്. ചിലരൊക്കെ ഇത് കേട്ട് വീട്ടിൽ ചെന്ന് പറയുന്നതോ എന്തോ ഒരു ദൂരായിരുന്നു. സുഹൃത്തേ, നീ ഇതൊന്നും കേട്ട് ഇളകിപ്പോകരുത്. ഇതൊന്നും ദൈവവചനമല്ല. ഈശലോ, ദൈവം ഫലമേൽപ്പിച്ച സന്ദേശം പ്രസംഗിക്കുന്നതാണ് ദൈവവചനം. ഹല്ലേലൂയ. നീ ഞാനും ഈ ലോകം വിട്ടെന്നെങ്കിലും ഒരിക്കൽ പോകേണ്ടി വരും. അന്ന് നമുക്ക് കൃതാർത്ഥതയോടെ ഒന്ന് പറയാൻ കഴിയുമോ? ഐ ഹാവ് ഫോട്ട്, ഐ ഹാവ് ഫിനിഷ് എന്ന് പറയാൻ കഴിയുമോ? നമ്മുടെ അനന്തര തലമുറയ്ക്ക് എന്തെങ്കിലും ഒന്ന് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയുമോ? നീയും വിശ്വാസത്തിന്റെ ഫലമായി നല്ല പോർ ചെയ്യുക. ഞാൻ അവശേഷിപ്പിച്ചിരിക്കുന്നത് നീ തുടർന്ന് ചെയ്യുക എന്ന് പറയാൻ കഴിയുമോ? നിങ്ങൾ ചിലരൊക്കെ ഇരിപ്പ് കണ്ടിട്ട് ആകപ്പാട് ഒരു ടെൻഷനിലിരിക്കുന്നു എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കൊരു ചെറിയ ആശ്വാസം കിട്ടാനായിട്ട് ഞാനൊരു കഥ പറയും. ഈ ഞങ്ങളുടെ അടുത്ത് ആളുകൾ പറയുന്ന ഒരു കഥയാണ്. ഇത് ഉണ്ടായൊരു കഥയാണെന്നാണ് പറയുന്നത്. ഞാൻ ഇറച്ചി ഒഴിവാക്കുന്നതിന് വേണ്ടി പേരുകൾ ഉപേക്ഷിക്കുക. ഒരു വലിയ ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്ന ഒരു സ്ഥലത്തെ. അയാള് അനേക ഏക്കറുകളുടെ ഉടമയാണ്. ഇയാൾക്ക് ഈ മണ്ണിനോടും പൊന്നിനോടും ഒക്കെയുള്ള ആ ആശയുടെ കൂടുതൽ കൊണ്ട് ഇയാൾ വളരെ വയസ്സനായിട്ടും ഇയാൾക്ക് മക്കളും കൊച്ചുമക്കളുമായിട്ടും ഇയാൾ പാർട്ടീഷൻ ചെയ്യുകയില്ല, വസ്തു ഭാഗിച്ചു കൊടുക്കുകയില്ല. ഇത് മുഴുവൻ ഇയാൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്, മക്കളും കൊച്ചുമക്കളും വരെയായി. വലിയ ധനവാനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാളുടെ ഈ പുത്രന്മാരുടെ ഭാര്യമാരെല്ലാം മരുമക്കളുണ്ടല്ലോ, സ്ത്രീകള്, അവർ തമ്മിൽ ആലോചിച്ചിട്ട് ഭർത്താക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ഈ അപ്പച്ചന്റെ ഈ പോക്ക് അത്ര ശരിയല്ല. ഒരു ദിവസം അപ്പച്ചൻ അറിയാതിരിക്കുമ്പോൾ കണ്ണടയ്ക്കും, നമ്മളെല്ലാം വിഷമത്തിലാവുകയും ചെയ്യും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ അപ്പച്ചനോട് പറയണം. ആരായെന്ന് പറയുന്ന അപ്പച്ചന് ഒട്ടും ഇഷ്ടമുള്ള കാര്യവുമല്ല. അപ്പച്ചന് കണ്ണും ചെവിയും ഒന്നും ശരിക്കും വർക്ക് ചെയ്യുന്നില്ലെങ്കിലും കാര്യങ്ങൾ നിയന്ത്രണം ഒന്നും വിട്ടുകൊടുക്കാൻ അപ്പച്ചന് ഇഷ്ടമില്ല. എങ്കിലും ഇത് അത്യാവശ്യമാണെന്ന് പലരും പറഞ്ഞു. വളരെ പ്രഷർ ചെലുത്തി ഒടുവിൽ ഒരു കാര്യം ചെയ്തു. അവര് അപ്പച്ചന്റെ അടുക്കൽ ഒരു ദിവസം ഇത് അവതരിപ്പിച്ചു. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു ബിൽപത്രം ഉണ്ടാക്കുന്നതിന് ഉള്ള സംരംഭം തന്നെയാണ്. അപ്പച്ചന് പ്രായാധിക്യമായതുകൊണ്ട് ഒരു രജിസ്ട്രാറെ അത് വീട്ടിൽ കൊണ്ടുവന്നു. അന്നേരം മുതൽ അപ്പച്ചന് വലിയ ദുഃഖമായി. അപ്പച്ചന്റെ കയ്യിൽ നിന്ന് അധികാരം വിട്ടുപോകുന്നുള്ള ഒരു പ്രയാസം. രജിസ്ട്രാറ് ഒരു ബിൽപത്രമൊക്കെ തയ്യാറാക്കി. അപ്പച്ചന്റെ മുഖമെല്ലാം വാടിയിരിക്കുകയാണ്. ഓരോ മക്കൾക്കും എവിടെ എന്തൊക്കെയാണ് കൊടുക്കാനുള്ളതെന്നൊക്കെ അപ്പച്ചന്റെ വിൽപത്രം ഒരു ഭംഗിയായിട്ട് തയ്യാറാക്കി. ഒടുവില് വിഷാദമുഖനായിരിക്കുന്ന അപ്പച്ചനോട് രജിസ്ട്രാർ ഇങ്ങനെ പറഞ്ഞു, അപ്പച്ച, ഇതിലൊന്നും ഭാരപ്പെടണ്ട, എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ ഇത് ചെയ്തേ പറ്റൂ. അപ്പച്ചൻ ഒരു ദിവസം നേരത്തെ ഇത് ചെയ്യുന്ന നല്ലത് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, അപ്പച്ചന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നൊന്നും വിചാരിക്കണ്ട. അപ്പച്ചന്റെ അന്ത്യം വരെ ശരിയായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ രജിസ്ട്രാർ പറഞ്ഞു, അപ്പച്ചന് ഇഷ്ടമുള്ള ഒരു വാചകം പറഞ്ഞേര്, ഞാൻ ഈ വിൽപത്രത്തിന്റെ അടിയിൽ അതൊരു ഫുട് നോട്ടായിട്ട് എഴുതാവുന്നു. അപ്പച്ചന് ഇഷ്ടമുള്ള വാചകം. അപ്പച്ചൻ പറഞ്ഞു കൊടുത്ത വാചകം കേൾക്കണോ നിങ്ങൾ? അപ്പച്ചൻ രജിസ്ട്രാരോട് പറഞ്ഞു, എഴുതിക്കോളാൻ പറഞ്ഞു വിൽപത്രത്തിന്റെ അടിയിൽ വാചകം. മക്കളുടെ കാലശേഷം വസ്തു എനിക്ക് തന്നെ ഇരിക്കുന്നതാണെന്ന് എഴുതിയേക്കാം. ഇവിടുന്ന് പോകാൻ അധികം താമസമില്ല. എന്നാലും ഉപബോധ മനസ്സിൽ അടിഞ്ഞു കിടന്ന ഒരാശയം അറിയാതെ പുറത്തിയാടി. മനഃപൂർവ്വം പറഞ്ഞാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അകത്തിരുന്ന് അങ്ങ് തള്ളിപ്പാഞ്ഞു വന്നതാണ്. മക്കളുടെ കാലശേഷം ഇതിന്റെ എല്ലാം അവകാശം പിന്നെ എന്റെ മക്കൾ തന്നെ ഇരിക്കുന്നതാണെന്ന് എഴുതിക്കോളാൻ. അനേകം ആളുകൾക്കും ഈ ലോകം വിട്ടുപോകേണ്ടതാണെന്നുള്ള ബോധം പോലും ഇല്ലെന്നുള്ള സങ്കടകരമായ കാര്യം. വൺഡേ ഓരത് ഞാനും നിങ്ങളും കർത്താവിന്റെ വരവിന് താമസമെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ ഈ ലോകം വിട്ടുപോകും. ഭക്തനായ കൊച്ചുകുഞ്ഞുദേശി നേരത്തെ എങ്ങനെ പാടി, വിട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്നു തോന്നുന്ന വിട്ടകലും ഞാൻ ഇടയ്ക്കൊരു കാര്യം നിങ്ങളോട് പറയട്ടെ.
ഞാന് ഈ പുസ്തകങ്ങൾ വായിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഞാൻ അനേകം ആളുകളുടെ ശവസംസ്കാര ശുശ്രൂഷയെ പങ്കെടുത്തിട്ടുണ്ട്. ആ ശവസംസ്കാര ശുശ്രൂഷയിൽ ഞാൻ നോക്കി നിന്ന് പല കാര്യങ്ങൾ കണ്ടു. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ. ഓരോ ആളുകൾ ശവമടക്കാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അയ്യോ കെട്ടിപ്പിടിച്ച് അയ്യോ എന്നെ ഇട്ടേച്ച് പോവാണോ പോകരുതേ എന്നൊക്കെ പറയുന്നൊക്കെ ഞാൻ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. കേസലോ എന്നാ ഒരു കാര്യം ചെയ്യാം, അത്ര നിർബന്ധമാണ് ഇവിടെ ഇരിക്കട്ടെന്ന് പറയുകയാണെങ്കിൽ അയ്യോ കൊണ്ടുപോക്കോളൂ. കേസലോ ഈ എത്രയെത്ര സംഭവങ്ങൾക്ക് മൂകസാക്ഷിയായി ഞാൻ നിന്നിട്ടുണ്ട്. വിട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്ന് തോന്നുന്ന സകലത്തെ അപ്പൊ ഭക്തന് ദൈവം തമ്പുരാൻ പ്രത്യേകം കൊടുത്ത രണ്ട് പദങ്ങളാ. ഉണ്ടെന്ന് തോന്നുന്ന, ഉള്ളതല്ല, ഉണ്ടെന്നൊരു തോന്നൽ. ചിലതൊക്കെ നമുക്കുണ്ടെന്നൊരു തോന്നല്. സഹോദരിമാരും എന്നോട് പിണങ്ങരുത്. സഹോദരിക്ക് 1000 സാരി ഉണ്ടായിരിക്കും അല്ലേ, 1000 കൂടെ പതിപ്പിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്. 1000 പതിപ്പിച്ച് വിടുമെന്ന് സഹോദരി തെറ്റിദ്ധരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇതിനിടയ്ക്ക് ഞങ്ങളോടൊക്കെ ചില ആളുകൾക്കുള്ള വൈരാഗ്യം. എന്റെ ദൈവമേ, ഞാനിതുവരെ ഒരു മനുഷ്യന്റെ ഒന്നും എടുത്തിട്ട്, ഞാൻ ഒരു മനുഷ്യരെയും ഈ നാളുകളിൽ അല്ല കൊച്ചിലെ വല്ലോ അറിയാതെ വല്ല ചീത്തവാക്കം പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഞാൻ ദൈവത്തിലായി തീർന്നതിന് ശേഷം ഞാൻ ആരെയും ഒരു ദോഷവും പറഞ്ഞിട്ടില്ല. എന്നിട്ടും മനുഷ്യർക്ക് ഞങ്ങളോട് വെറുപ്പ പലർക്കും. അതിന്റെ കാരണം ഞാൻ ഈയിടെയായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കി. ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ ഈ പൊന്നും മിന്നും ഇതൊന്നും കാര്യമല്ലെന്നും ഇതൊക്കെ അത് ഉപേക്ഷിക്കുന്ന നല്ലതും ഒക്കെ പ്രസംഗിക്കുന്നതാണ് ചിലർക്കൊക്കെ ഞങ്ങളോട് വിരോധം പറയാനുള്ള ഒരു കാരണം. എന്നാൽ ഞാൻ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഓർത്തഡോക്സുകാരനായിരുന്നെന്ന്. ഈ പെന്തിക്കോസ്തുകാരായ ചില ആളുകളൊക്കെ ചില സ്ഥലങ്ങളിൽ വിശ്വാസത്തിൽ വന്നതിന് ശേഷവും ഈ ആഭരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തെറ്റോ ശരിയോ അത് നിങ്ങൾ തന്നെ വിധിച്ചോ. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ജനിച്ചു വളർന്ന യാക്കോബായ സഭ വ്യക്തമായിട്ട് നേരത്തെ അതിന്റെ പ്രമാണത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒരാൾ വിശ്വാസിയായി കഴിഞ്ഞ് ആഭരണം ധരിക്കുന്നത് തെറ്റാണെന്ന്. എവിടെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ഹൂദായ കാനോൻ എന്ന് പറയുന്ന നിയമപുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിൽ. ധൈര്യമുള്ളവർ വരാൻ വായിച്ചു കേൾപ്പിക്കാം. സ്നാനപ്പെടുന്ന സ്ത്രീ പുരുഷന്മാർ മോതിരങ്ങൾ തുടങ്ങിയ സകല ആഭരണങ്ങളും നീക്കം ചെയ്യണം. ഓർത്തഡോക്സ് സഭയുടെ കാനോന്. ലോകത്തുള്ള എല്ലാ പെന്തിക്കോസുകാരും പോയി ആഭരണം ഇട്ടാലും എനിക്ക് പറ്റുകയില്ല. കാരണം ഞാൻ യാക്കോബായക്കാരനായിട്ട് ജനിച്ചു വളർന്ന് ഇങ്ങോട്ട് വന്നതാണ്. എന്നു മാത്രവുമല്ല, ഈ പെന്തിക്കോസുകാരേക്കാൾ നല്ലത് ആ യാക്കോബായക്കാർ. പിന്മാറ്റത്തിൽ പോകുന്ന പെന്തിക്കോസുകാരനേക്കാൾ നല്ലത് ആ എഴുതി വച്ചിരിക്കുന്ന യാക്കോബായക്കാർ. ചില ആളുകൾ എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നു. ഞങ്ങളുടെ പൊന്നും മിന്നുമൊക്കെ പറപ്പിക്കാനാണോ ഉദ്ദേശമെന്ന്. എന്റെ പൊന്നെ, ഞാൻ ദൈവസന്നിധി പറയട്ടെ, നിങ്ങളെ യാതൊന്നും എനിക്ക് വേണ്ട. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഇവിടുന്ന് പിരിയാൻ കാലമാകുമ്പം നിങ്ങളെ സ്വന്തക്കാർ കൊള്ളയടിക്കാൻ കാത്തിരിക്കുക. ഈ ചില ആളുകള് ശവമൊക്കെ കുളിപ്പിച്ചേച്ച് പിന്നെ ശവമടക്കെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മായിയുടെ കാതിലത് കാണുന്നില്ലല്ലോ. അതൊക്കെ ആരാണ്ട് തരം കണ്ട് കൊണ്ടുപോയത്. എന്റെ ദൈവമേ, ഞാൻ നേരത്തെ ഒരു മോതിരം വിടുമായിരുന്നു കേട്ടോ. ഇത് മനസ്സിലാക്കിയ സമയം ഞാൻ നേരത്തെ നീക്കിക്കളഞ്ഞു. കാരണം ചാകാൻ നേരത്തെ എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്നൊന്ന് ചാകണമെന്ന് ഒരാഗ്രഹമുണ്ട്. ആ സമയത്ത് ഒരാളെന്നെ കൊള്ളയടിക്കുമെന്ന് പറയുന്നത് എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യം. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇതൊക്കെ കുറച്ച് മാറ്റി വെച്ച് നോക്കിയിട്ടുള്ള ഒരാളാണ്. ഒരു പെന്തക്കോസ്ത് ജീവിതത്തിലേക്ക് ഒരാൾ വന്നാൽ ഉടനെ ചില പ്രിയപ്പെട്ടവര് മാർത്തോമായിലും യാക്കോബായിലും ഒക്കെയുള്ള ചില പ്രിയപ്പെട്ട ആളുകൾ അവരോട് ചോദിക്കുന്നത് എന്നാണെന്നറിയാവോ? എന്റെടി നിന്നെ കണ്ടാൽ നേരത്തെ എന്തൊരു നല്ലതായിരുന്നു, ഇപ്പം നിന്നെ കണ്ടാൽ പൊട്ടക്കൊല്ലത്തി പോലെ ഇരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോ ഒരു പെന്തിക്കോസുകാരത്തെ കുറിച്ച് അവരുടെ പുച്ഛം ആഭരണങ്ങൾ അറിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം. ഈ യാക്കോബായിലും മാർത്തോമായിലും കത്തോലിക്കയിലും ഒക്കെ മരിക്കുന്നതായ ആ സ്ത്രീജനങ്ങളുണ്ടല്ലോ, അവരെല്ലാം മരിക്കുന്ന ദിവസം അവരുടെ സ്വന്തക്കാരവരെ പെന്തിക്കോസുകാരാക്കി അടക്കുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണം. പ്രൈസ് ദി ലോർഡ്.
മുഴുവൻ അരിച്ച് പെറുക്കി കൊള്ളയടിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഉടുതുണി മാത്രം ശരണമാക്കി അവരെ പറഞ്ഞു വിടുന്നത് ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അന്ന് മുതലായി എനിക്ക് ജീവിതത്തിൽ ഈ വിരക്തി ഉണ്ടായി. ഇനിയും വേറൊരു കാര്യം കേൾക്കണം, അതുകൂടെ പറഞ്ഞ് ഞാനിപ്പോ അങ്ങ് അവസാനിപ്പിക്കാം. ഞാന് ഒരു 10 വയസ്സിൽ താഴെ പ്രായമുള്ള സമയത്ത് എന്റെ അമ്മയോടുകൂടി ആദ്യ ഓർത്തഡോക്സുകാരുടെ ഒരു പള്ളിയിൽ പോയി ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ഇടവപ്പള്ളി വളരെ ദൂരെയാണ്. എന്റെ അമ്മ വളരെ ദൈവഭക്തിയുള്ള ഒരു സ്ത്രീയാണ്. ഇപ്പോഴുണ്ട്, വാർദ്ധക്യത്തിലാണ്. കർത്താവിന്റെ കൽപ്പനയൊക്കെ അനുസരിച്ച് വളരെ സന്തോഷമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ നീണ്ട കഥകളാണ്, ഞാൻ ചുരുക്കി പറയട്ടെ. ഞാന് പള്ളിയിൽ ചെന്ന ദിവസം എനിക്ക് ആത്മീയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനുള്ള കഴിവില്ല. ഞാൻ ചെന്ന ദിവസം ഒരു മെത്രാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു പള്ളിയിൽ. അദ്ദേഹം അന്ന് കുർബാന ചൊല്ലിയത്. എന്റെ നോട്ടം മുഴുവൻ അദ്ദേഹത്തിന്റെ മേലായിരുന്നു. അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടക്കുന്നതായ പൊൻകുരിശന്മാരെയും അദ്ദേഹം പിടിച്ചതായ പൊൻവെള്ളി വസ്തുക്കൾ ചേർത്തുള്ളതായ അതേ സർപ്പമുദ്രിതമായ അംശവടിയും തുടങ്ങിയ വിലേറിയ ഈ സാധനങ്ങളെല്ലാം ഞാൻ മാറി നോക്കി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആരാണ്ട് പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ പള്ളിയിൽ അന്ന് വന്ന ആ മെത്രാച്ചൻ മരിച്ചുപോയി എന്ന്. അപ്പൊ എന്റെ കൊച്ചു മനസ്സിൽ വന്ന് ചിന്ത കേൾക്കണോ, അയ്യോ അദ്ദേഹത്തെ അടക്കിയോ എങ്കിലേ അദ്ദേഹത്തിന്റെ ആ കഴുത്തേ കിടന്നതും കൈ പിടിച്ചിരുന്നതും എല്ലാം കുടിച്ചിട്ട് കാണും. എന്റെ കൊച്ചു മനസ്സിൽ അങ്ങനെയാണ് ഞാൻ ധരിച്ചിരുന്നത്. എന്നാൽ വളരെ നാളുകൾ കഴിഞ്ഞ് ഞാൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പോ എനിക്ക് വ്യക്തമായിട്ടറിയാം അതൊന്നും കുഴിച്ചിട്ടില്ല. അവർക്കറിയാം എന്തുവാ കുഴിച്ചിട്ടുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ കഴുത്തേലേത് അവർ പറിച്ചെടുത്തു. തിരുമേനിയേക്കാൾ അവർ സ്നേഹിക്കുന്ന അതിനെയാണ്. ആ കയ്യിലിരിക്കുന്നതായ പൊൻവെള്ളി വടി അവർ തിരിച്ചെടുത്തു. എടുത്തിട്ട് എങ്ങനെ അടക്കിയെന്നറിയാമോ? മരവടി പിടിപ്പിച്ചാ അടക്കിയത്. മരവടി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെങ്കിൽ പോയി ചോദിക്കൂ. ഒരു മെത്രാപ്പോലീത്ത മരിച്ചാൽ മരവടി പിടിപ്പിച്ചാ അടക്കുന്നത്. മരവടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ അവരെ പിടിപ്പിക്കാനായിട്ട് മരവടി റിസർവേഷൻ ലിസ്റ്റിൽ കിടപ്പുണ്ട്. എന്റെ കർത്താവേ, ഇത് നേരത്തെ അറിയാൻ ഇടയായിരുന്നെങ്കിൽ അയ്യോ പാട്ടുകാരൻ പാടി പോലെ ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എന്റെ താവന്റെ സംഗതി ചേർന്നാൽ മതി എന്ന് പാടിപ്പോയി. പ്രൈസ് ഗോഡ്. ഈ ലോകം എന്നെ ഇന്നിനെയും കൊള്ളയടിക്കുന്നതിന് മുമ്പേ വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുത്തുകൊണ്ട് ഹല്ലേലൂയ നേടേണ്ടതിനെ നേടുവാൻ ദൈവത്തിന്റെ വൈതലേ നീ ഞാനും തയ്യാറാകേണ്ടത് ആവശ്യമാണ്. ഉണ്ടെന്ന് തോന്നുന്ന സകലത്തെയും വിട്ടകലുന്ന ഒരു ദിവസം വരും. അതുകൊണ്ട് പാട്ടുകാരൻ എന്താ പാടുന്നത്? ഉണരുക നീ എന്നാത്മാവേ, ചേരുക യേശുവിനരികിൽ നീ. എനിക്ക് ആ പ്രഭാത ഗീതം വളരെ ഇഷ്ടമാണ്. അതിന്റെ ഒരു ഭാഗം പാടി ഞാനിപ്പോൾ നിർത്താം. വളരെ പാടുവാനും പറയുവാനും ഉണ്ടെങ്കിലും 2 കാര്യങ്ങൾ ആ പാട്ടുകാരൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അത് നമുക്ക് ഇന്നൊന്ന് ധ്യാനിച്ചങ്ങ് അവസാനിപ്പിക്കാം. ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി കേൾക്കുമോ ഈ ദിനം ആകവിഞ്ഞു. ഓരോ ദിവസവും പിറക്കുമ്പോൾ നീ നിന്റെ ആത്മാവിനോട് തന്നെ ചോദിക്കേണ്ടത്, എന്റെ ആത്മാവേ, ഇന്ന് ക്രിസ്തന്റെ വരവിന്റെ കാഹളം മുഴങ്ങില്ലെന്ന് നിനക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അല്ലെങ്കിൽ നീ വിശ്രമവാസത്തിലാകും. എല്ലാവരും ശ്രദ്ധിക്കണം. ഒന്നുകിൽ അദ്ദേഹം ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും. ഏതെങ്കിലും ഒന്ന് സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. എന്റെ ആത്മാവേ, നീ ഒരുങ്ങുക. ഈ 2 തരത്തിലുള്ള ലോകാവസാനം ഉണ്ടെന്ന് എന്റെ ഒരു അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മൈക്രോ കോസം, മറ്റേ മാക്രോ കോസം. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങൾ പത്രം വായിക്കുകയാണെങ്കിൽ ഓരോ വ്യക്തികൾ മരിച്ചതായിട്ട് പത്രത്തിൽ കാണാം. ഓരോ കൊച്ചു വേൾഡ് അവസാനിക്കുകയാണ്. ഓരോ കൊച്ചു ലോകങ്ങൾ അവസാനിക്കുകയാണ്. ഒരു വ്യക്തി മരിക്കുമ്പോൾ ഓരോ ചെറിയ ലോകം അവസാനിക്കുകയാണ്. എന്നാൽ എല്ലാം ഉൾപ്പെട്ട ഈ പ്രപഞ്ചം ഒരു ദിവസം അവസാനിക്കും. ഹല്ലേലൂയ. ദൈവജനമേ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ബോധവാന്മാരായിരിക്കണം. ഈ ചില ആളുകൾ എപ്പോ പത്രം വായിച്ചാലും ഉണ്ടല്ലോ, ഈ കാര്യമായ കോളം ഒന്നും വായിക്കുകയില്ല. എപ്പോഴും മാട്രിമോണിയൽ കോളവും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റും പിന്നെ ബോണ്ടഡും ഇങ്ങനെയുള്ളത് മാത്രം വായിക്കും. എന്നാൽ ഞാനൊരു വല്യപ്പച്ചൻ കേരളത്തിൽ പത്രം വായിക്കുന്നത് ഞാൻ അടുത്തു നിന്ന് കണ്ടു. വല്യപ്പച്ചൻ വളരെ വൃദ്ധനാണ്, അതുപോലെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു വല്യപ്പച്ചനാണ്. വല്യപ്പച്ചൻ പത്രം എടുത്ത് ഉറക്കെ വായിക്കുന്നതുകൊണ്ട് എനിക്ക് കേൾക്കാം. വല്യപ്പച്ചനെ ഒരു ചരമവാർത്ത ആദ്യം അങ്ങ് വായിച്ചു. നിര്യാതനായി എന്ന് വായിച്ചു. വല്യപ്പച്ചൻ പറയാം, പോട്ടെ. വല്യപ്പച്ചൻ എങ്ങോട്ടാ വരുന്നറിയാമോ? കൊപ്ര പുകരാശി.
അന്നത്തെ കമ്പോള നിലവാരം അറിയാനായിട്ട് ആ കൂട്ടത്തിൽ മരണവാർത്ത മുമ്പിൽ പെട്ടെങ്കിലും വല്യപ്പച്ചനത് അങ്ങ് വിടുകയാണ് പോട്ടെന്ന്. ഞാൻ ഉടനെ അറിയാതെ ഇങ്ങനെ പറഞ്ഞു, എന്റെ ദൈവമേ ഇത് പോട്ടെന്ന്. വല്യപ്പച്ചാ, നിന്റെ ഊഴം എന്നാ വരുന്നെന്ന് നിനക്കറിയാമോ? എന്നാണ് നിനക്ക് വിളി വരുന്നതെന്ന് നിനക്കറിയാമോ? ഈ പത്രത്തിൽ ഏറ്റവും സീരിയസ് ആയ കോളം ഏതാണെന്ന് നിനക്കറിയാമോ? എന്റെ കേൾവിക്കാരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു വർത്തമാന പത്രം എടുത്ത് വായിച്ചാൽ ആ പത്രത്തിലെ ഏറ്റവും പ്രസക്തമായ പങ്കുതി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ചരമവാർത്തകളാണ്, ഡെത്ത് കോളമാണ്. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പറയുകയല്ല. ഒരു ദിവസം നമ്മൾ ഈ ലോകം വിട്ടുപോകേണ്ടി വരും. അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അന്ന് യാഥാർത്ഥ്യങ്ങളെ നേരിടുവാൻ, വസ്തുതകളെ നേരിടുവാൻ ഇപ്പോഴേ അരയും തലയും മുറുക്കിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. ആ സമയം കണി പോലെ വരരുത്. ഒന്നുകിൽ ഞാൻ ഈ ലോകം വിടും, അല്ലെങ്കിൽ എന്റെ യേശു ഈ ലോകത്തിലേക്ക് വരും. അതുകൊണ്ട് ക്രമീകരിക്കാനുള്ളതെല്ലാം ക്രമീകരിക്കണം. വെറുതെ ഈസിയായിട്ട് നടക്കരുത്. എന്നും ഇങ്ങനെ ഉദയാസ്തമയങ്ങളിൽ കൂടെ ലോകം മുന്നോട്ട് പോകുന്നത് നീ തെറ്റിദ്ധരിക്കരുത്. എന്നും നീ ഞാനും ഇങ്ങനെ റുട്ടീനായിട്ട് ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലടിക്കുന്ന പോലെ പോകുമെന്ന് വിചാരിക്കരുത്. ഒരു ദിവസം ജീവിതത്തിന്റെ യാത്ര തിരിച്ചുവിടുമെന്നുള്ളത് മനുഷ്യതാവേ നിന്റെ ഓർമ്മയിൽ. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാം. ഞങ്ങളുടെ കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ ആരോ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇതാ ഞാനും കർത്താവ് എനിക്ക് തന്ന മക്കളും എന്ന് പറയാനിടയാണ്. കർത്താവ് വിളിക്കുന്നുണ്ടേ, അത് ഞാനിവിടെ ഉണ്ട്, ഭാര്യ കാണുന്നില്ല, പിള്ളേരെങ്ങാണ്ട് പോയി എന്ന് പറയാനിടയാകരുത്. യോശുവയെ പോലെ പറയണം, ഞാനും എന്റെ കുടുംബവുമോ യഹോവയെ സേവിക്കും. യോശുവയ്ക്ക് നല്ല ധൈര്യം. അങ്ങനത്തെ പുരുഷന്മാരുണ്ടാകണം, അങ്ങനത്തെ കുടുംബനാഥന്മാരുണ്ടാകണം. തന്റെ ഭാര്യ കുഞ്ഞുങ്ങളും താൻ പറയുന്നിടത്ത് വന്ന് ആരാധിക്കുമെന്ന് തനിക്ക് നല്ല നിശ്ചയമാണ്. ഇന്നത്തെ യോശുവമാരാണ് പറഞ്ഞത്, ഭാര്യയുടെ കാര്യം അറിയത്തില്ല, അവളോട് ചോദിച്ചെങ്കിലേ അറിയത്തുള്ളൂ, പിള്ളേരെ എവിടെ കണ്ടിട്ടോ. യോശുവയ്ക്ക് പറയാനുള്ളത്, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അങ്ങനെയുള്ള പിതാക്കന്മാർക്ക് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെല്ലാവരും ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ലോകം വിശ്വാസത്യാഗത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേർപാതയിലൂടെ മുന്നോട്ട് പോകാം. കർത്താവ് അനുവദിക്കുമെങ്കിൽ നാളത്തെ മെസ്സേജിൽ എന്നെ ദൈവം എങ്ങനെയാണ് ഈ സത്യത്തിലേക്ക് നടത്തിയതെന്ന് എന്റെ സാക്ഷ്യം വിസ്തരിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് ഈ സന്തോഷമുള്ള എല്ലാവരും ഒരു ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. കർത്താവ് നിങ്ങളെ അനവധിയായി അനുഗ്രഹിക്കും.